ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെസഹ വ്യാഴാഴ്ചത്തെ ആരാധനയ്ക്കായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഓൺലൈനിലൂടെയും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തെ ധ്യാനിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾക്കും ആലയത്തിൻ്റെ ഉള്ളിൽ കടന്നു വന്ന് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു പ്രാവശ്യം കൂടെ ധ്യാനിപ്പാൻ ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള JMBC പ്രിൻസിപ്പാൾ ആയി പ്രവർത്തിക്കുന്ന ഡോക്ടർ പ്രകാശ് എബ്രഹാം മാത്യു അച്ഛനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് സുവിശേഷ ഗാനാവലിയിലെ 34-ാമത്തെ പാട്ട് പാടി പാപത്തിൻ മാവിഷത്തെ എന്നുള്ള പാട്ട് പാടി നമ്മൾ ആരാധന ആരംഭിക്കുകയാണ്. സുവിശേഷ ഗാനാവലിയിൽ 34-34 കൊയറിനോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
ചെയ്യുക. എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 പെസഹ വ്യാഴാഴ്ച ആയിട്ട് നമ്മൾക്ക് കടന്നു വരുവാൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഒന്നിച്ച് മാളികമുറിയിൽ താൻ കഴിച്ചതായിട്ടുള്ള അന്ത്യ അത്താഴത്തെ സ്മരിക്കുവാൻ ദൈവം നമ്മൾക്കും ഒരു പ്രാവശ്യം കൊണ്ട് അവസരം ഒരുക്കി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാവശ്യത്തെ ഹാശ ആഴ്ചയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ആലോചന പകർന്നു വരുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത് JMBCയിലെ പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന റവറൻഡ് ഡോക്ടർ പ്രകാശ് എബ്രഹാം മാത്യു ആണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രകാശ് അച്ഛനെ അറിയാം, എന്നാൽ അറിയാത്തവരുമുണ്ട്. അച്ഛന് തുരുത്തിക്കാട് നിവാസിയാണ്, ഇടവക അംഗമാണ്. അച്ഛൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇതിന് മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് JMBCയുടെ പ്രിൻസിപ്പാളായിട്ട് സേവനം അനുഷ്ഠിച്ച ജോണം പ്രസാദ് അച്ഛൻ്റെ മകളെയാണ്. നിസി കൊച്ചമ്മ ഒരു ഡെൻ്റൽ ഡോക്ടറാണ്. 2 പെൺമക്കൾ. പിന്നെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛന് ഈ ശരീരം കൊണ്ടൊന്നും വലിയ വലിപ്പമില്ലെങ്കിലും അച്ഛനൊരു സ്കോളറാണ്. അച്ഛൻ്റെ BDയും MDHും PhDയും UBSൽ നിന്നാണ് ചെയ്തത്. യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരി പൂനെയിൽ നിന്നാണ്. മാത്രമല്ല നമ്മുടെ സഭയിൽ ഇന്ന് ഉള്ളതിൽ എബ്രായ ഭാഷയിൽ ആധികാരികമായിട്ട് അറിവുള്ള ഒരാളാണ് അച്ഛൻ. ഞാൻ അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച്, ഞാൻ സമയം അധികം ദീർഘിപ്പിക്കുന്നില്ല, ക്ഷണം സ്വീകരിച്ച് ഈ ദിവസങ്ങളിലെ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ കടന്നു വന്നല്ലോ. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛനെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല അച്ഛന് 8:30 വരെ പ്രസംഗിക്കുന്നതും ആയിരിക്കും. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് ദീർഘസമയം എടുത്താലും അച്ഛനെ എനിക്ക് തോന്നുന്നു ഈ ഞായറാഴ്ച പോവുമായതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഇനി അച്ഛനെ വഴക്ക് പറയുകയോ കുറ്റപ്പെടുത്തുകയില്ല. അച്ഛൻ്റെ ഇവിടുത്തെ ശുശ്രൂഷകൾ തീരുന്നത് കൊണ്ട് അച്ഛൻ വളരെ ആധികാരികമായിട്ട് പറഞ്ഞ് അച്ഛൻ 8:30 വരെ പ്രസംഗിക്കുമെന്ന്. എന്തായാലും നമ്മൾക്കൊരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് ഇടയായിത്തീർന്നല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ ഇന്ന് ശുശ്രൂഷകൾക്കായി വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കട്ടെ. പ്രത്യേകമായി അച്ഛന് ജനുവരി മാസത്തിലാണെന്നാണ് എനിക്ക് വളരെ നേരത്തെ തന്നെ എന്നോട് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ഇവിടെ വരാമെന്ന് കർത്താവിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം എനിക്കിവിടെ എത്തിച്ചേരുവാനായിട്ട് അവസരം നൽകി തന്നതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളിൽ ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാൻ നമ്മൾക്ക് ദൈവം അവസരത്തെ നൽകിത്തരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 39 മുതൽ 46 വരെയുള്ളതായ വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ളതായ വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ഇത് 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലോട്ട് നിങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, അവിടെ കാണുന്നുണ്ട് പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ആ പെരുന്നാളിൻ്റെ സമയത്ത്
യേശുക്രിസ്തു അത് കഴിഞ്ഞ് ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. പെസഹ ഒരുക്കേണ്ടതിന് വേണ്ടി അയക്കുന്നു. അതിനുശേഷം അവർ പെസഹ ഭക്ഷിക്കുന്നു. 14-ാം വാക്യം മുതൽ നമ്മളിപ്പം വായിച്ചതായ വാക്യത്തിൻ്റെ 38-ാമത്തെ വാക്യം വരെ അവർ ഈ ഭക്ഷണം അല്ലെങ്കിൽ പെസഹ കഴിക്കുകയും അതിനുശേഷം യേശുക്രിസ്തു അവരോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. ഈ 22-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം പെസഹ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം വീണ്ടെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി പെസഹാക്ക് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം പാസ് ഓവർ എന്നാണ്. പാസ് ഓവർ, അതായത് നമുക്കറിയാം കട്ടളക്കാലിന്മേൽ കുഞ്ഞാടിനെ അറുത്ത് രക്തം അതിനെ അവിടെ പുരട്ടണം. യഹോവയുടെ ദൂതൻ മിസ്രൈമിനെ നശിപ്പിക്കാൻ വരുമ്പോൾ രക്തം കാണുന്ന ഹൗസിനെ പാസ് ഓവർ, ദാറ്റ് ഈസ് വാട്ട് പാസ് ഓവർ ഈസ് ഓൾ അബൌട്ട്. അതാണ് പാസ് ഓവർ എന്ന് പറയുന്നത്. അതായത് ഭവനങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ വീടിൻ്റെ കട്ടളക്കാലിന്മേൽ യഹോവയുടെ നിർദ്ദേശം അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കുഞ്ഞാടിൻ്റെ കൊന്ന് രക്തം പുരട്ടിയിട്ടുണ്ട്. ദൂതൻ എല്ലാ ലാസ്റ്റ് ബാധ അല്ലെങ്കിൽ അവസാനത്തെ ബാധ എന്ന് പറയുന്നത് ദ ഡെത്ത് ഓഫ് ദ ഫസ്റ്റ് ബോൺ അല്ലെങ്കിൽ ആദ്യ ജാതനെ കൊല്ലപ്പെടുകയാണ്. ദൂതൻ ഇറങ്ങി കൊല്ലുകയാണ്. ഓരോ ഭവനങ്ങളിലും കൊല്ലുമ്പോൾ രക്തം കാണുന്ന ഭവനം കാണുമ്പോൾ മനസ്സിലാകും ഇതൊരു ഇസ്രായേൽ ഭവനമാണ്, ഇസ്രായേലിൻ്റെ വീടാണ്. സോ ദ ഏഞ്ചൽ വിൽ പാസ് ഓവർ, ക്രോസ് ഓവർ ഓർ പാസ് ഓവർ ഓർ ലീവ് ദാറ്റ് ഹൗസ്. ആ വീടിനെ വിട്ട്, അതാണ് രക്ഷയുടെ അനുഭവം. അവിടുത്തെ ആദ്യജാതൻ കൊല്ലപ്പെടാതെ ഉള്ളതായ ആ അനുഭവത്തിനെയാണ് എന്ത് പറയുന്നത്? പാസ് ഓവർ എന്ന് പറയുന്നത്. സോ എവ്രി ഇയർ, എല്ലാ വർഷവും ഇത് ഓർക്കണം. ആ ഒരു ലാസ്റ്റ് ബാധയോടുകൂടെ എന്ത് ചെയ്യാണ്? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. സോ ദറ്റ് ഈസ് എ വെരി ബിഗ് ഈവൻറ്റ്, ഒരു വലിയ സംഭവമാണ്. അതെല്ലാ വർഷവും എന്താണ്? അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ ഈ പെസഹ പെരുന്നാൾ ആചരിക്കുന്നു. അങ്ങനെ നമ്മൾ ഓർക്കണം, ഇത് പ്രോബബ്ലി യേശുക്രിസ്തുവിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഏകദേശം 1500 വർഷം കഴിഞ്ഞു. നമ്മുടെ മോശയുടെ സമയത്താണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മളിത് വായിക്കുന്നത്. ഇത് സ്റ്റോറി വി റീഡ് എക്സോഡസിലാണ്, പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. അതിനുശേഷം ഏകദേശം യേശുക്രിസ്തുവിൻ്റെ സമയം വരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് 1300 to 1400 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ എല്ലാ വർഷവും ഇത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സമയത്തും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതാണ് ഈ 22-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അത് കഴിഞ്ഞ് 39-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ ഇവരൊരു സ്ഥലത്ത് വെച്ച് കഴിച്ചു. യേശുക്രിസ്തു ഒത്തിരിയും കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി. അതിനുശേഷം അവർ ആ സ്ഥലത്തു നിന്ന് പോകുകയാണ്. അപ്പം അതിനുശേഷം നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഒന്നിച്ച് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ ചിന്തിക്കുകയായിരുന്നു, വ്യാഴാഴ്ച വൈകിട്ടായി. അന്നത്തെ വ്യാഴാഴ്ച വൈകിട്ടാണ്. കാരണം ഇവിടെ യേശുക്രിസ്തു പെസഹ എന്ന് പറയുന്ന അത്താഴം ഡിന്നർ കഴിച്ചിട്ട് പോകുന്നെന്നാണ് പറയുന്നത്. ഡിന്നർ കഴിച്ചിട്ട് ശിഷ്യന്മാർ ഒന്നിച്ച് അത്താഴം കഴിച്ചു, അതിനുശേഷം പോകുന്നു. അതെന്തായാലും വൈകുന്നേരമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലണ്ടർ പ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. സൺസെറ്റോടുകൂടിയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഒരു ദിവസം ആരംഭിക്കുക എന്ന് പറയുന്നത് മിഡ്നൈറ്റില്ല, ശരിയല്ലേ? രാത്രി 12 മണിയാകുമ്പോഴാണ് അടുത്തൊരു ദിവസം ആരംഭിക്കുന്നത്. യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം എ ഡേ സ്റ്റാർട്ട്സ് അറ്റ് ദ സൺസെറ്റ്. വൈകുന്നേരം 6 മണിക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ടെക്നിക്കലി പറഞ്ഞാൽ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയായപ്പോൾ എന്തോ സ്റ്റാർട്ട് ചെയ്തു? വെള്ളിയാഴ്ച ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യാഴാഴ്ച വൈകുന്നേരത്തെ അത്താഴം കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ വെളിയിലേക്ക് പോവുകയാണ്. വാസ്തവത്തിൽ നമ്മളിനിയും ആ ബൈബിൾ പാസേജിലോട്ട് നിങ്ങൾ നോക്കിക്കട്ടെ. 22-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. വാസ്തവത്തിൽ ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോയെന്നാണ് പറയുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും നാം വായിക്കുന്നുണ്ട്. അവിടെ വളരെ വ്യക്തമായി എവിടേക്കാണ് ആ സ്ഥലത്തിൻ്റെ പേര് വെച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി അത്താഴത്തിന് ശേഷം ഗത്സമന തോട്ടത്തിലേക്ക് പോയി. ഇവിടെ ആ പേര് പ്രത്യേകമായി പറയുന്നില്ല. എന്നാൽ ആ മർക്കോസിൻ്റെയും മത്തായിയുടെയും സുവിശേഷങ്ങളിൽ പ്രത്യേകമായി ഗത്സമന തോട്ടത്തിലേക്ക് ശിഷ്യന്മാർ യേശുവും ഒന്നിച്ച് പോകുന്നതായി നാം കാണും. ഞാൻ ചിന്തിക്കുകയായിരുന്നു,
വാസ്തവത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എന്തായി തീരണം എന്നാണ് യേശു നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. യേശുവിനെ പോലെ ആയിത്തീരുക. നമ്മുടെ പാട്ടിൽ തന്നെ പാടാറുണ്ട്, യേശുവെ പോലെ ആകുവാൻ. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറായിട്ടുണ്ട്, യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങളെ ചെയ്യുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഒത്തിരി കൊടുക്കുന്നവരായിരിക്കണം. എന്നാൽ ദൈവം നമ്മളെപ്പറ്റി ഏറ്റവും അധികമായി ആഗ്രഹിക്കുന്നത്, വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് തിങ് ദാറ്റ് ഗോഡ് ഡിസൈഡ്സ്, ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാത്രികാലം നമുക്കൊരുമിച്ച് ചിന്തിക്കുവാൻ, യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു കഷ്ടത, ഗത്സമന തോട്ടം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? വാട്ട് കംസ് ടു അവർ മൈൻഡ്? വലിയ ഒരു കഷ്ടതയുടെ അനുഭവത്തിലൂടെ യേശു ക്രിസ്തു കടന്നു പോകുന്നതാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ശരിയല്ലേ? വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരോ ആ ഒരു കാലത്തിൽ, ആ ഒരു സമയത്ത് എങ്ങനെയാണ് യേശു ക്രിസ്തു ആ കഷ്ടതയെ നേരിട്ടത്? അതാണ് ഇന്ന് രാത്രികാലം നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹൗ ഹി ഫേസ്ഡ് ദിസ് ഡിഫിക്കൽട്ടീസ്, എങ്ങനെയാണ് ഇതിനെ അവൻ നേരിട്ടത്? കാരണം യേശുവിനെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, യേശുവിൻ്റെ പാതയെ പിൻപറ്റുന്ന നമ്മൾ, യേശു എങ്ങനെയാണ് ഇതിനെ നേരിട്ടത് എന്നാണ് ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ഈ കാര്യങ്ങളെ നേരിട്ടത് തികച്ചും ഒരു മനുഷ്യനായി തന്നെയാണ്. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവപുത്രനാണ്. അവൻ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ യേശു നേരിട്ട വെല്ലുവിളികളെല്ലാം ഒരു മാനുഷികമായ നിലയിൽ തന്നെയാണ്. ഇവിടെ ഈ ദിവസങ്ങളിൽ നാളെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വ്യാകുലപ്പെടുവാനും ഭ്രമിപ്പാനും തുടങ്ങി, അവൻ പ്രാർത്ഥിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയാകുന്നു. ഹി ഓൾസോ ഫേസ് ഓൾ ദീസ് തിങ്സ്. ഇതെല്ലാം ഒരു മാനുഷികമായ നിലയിൽ തന്നെ എന്താണ്, യേശു ക്രിസ്തു നമ്മളെപ്പോലെ തന്നെയാണ് ഈ വെല്ലുവിളികളെ നേരിട്ടത്. ഒരിക്കലും ഒരു ദൈവമായിരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ കാര്യങ്ങളിൽ യേശു ക്രിസ്തു എടുത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കാര്യം തന്നെ അങ്ങ് മാറ്റിക്കളയാമായിരുന്നു. യേശു ക്രിസ്തു പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്, പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്റെ രാജാവാണോ? അതെ. യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിതാവ് എന്തോ അയച്ചേനേം, ദൂതൻ വലിയ സൈന്യത്തെ അയച്ച് നിന്നെ തവിട് പൊടിയാക്കി കളയനേം. പക്ഷേ അതിനുവേണ്ടിയല്ല ഞാൻ വന്നത്, ഞാൻ ഇതിനകത്തൂടെ പോകാൻ വേണ്ടി തന്നെയാണ് വന്നത്. അപ്പം എങ്ങനെയാണ് യേശു ക്രിസ്തു ഇതിനെ നേരിട്ടത്? വേഗത്തിൽ തന്നെ ഒന്നാമത്തെ കാര്യത്തിലോട്ട് ഞാൻ വരികയാണ്. ദ ഫസ്റ്റ് തിങ് വാട്ട് ജീസസ് ഡിഡ്, എന്താണ് യേശു ക്രിസ്തു അവൻ്റെ ശക്തമായ പ്രയാസത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ ചെയ്തത്? നമുക്കും പാഠമായിരിക്കണം. ഒന്നാമത്തെ കാര്യം അവൻ്റെ പ്രാർത്ഥനയാണ്. 40-ാമത്തെ വാക്യത്തിലോട്ട് വന്നാട്ട് അവിടെ എന്താണ് നാം വായിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചാട്ടെ 40-ാമത്തെ വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. 46-ാമത്തെ വാക്യം. 2 തവണ ഒരേ കാര്യം യേശു ക്രിസ്തു പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ ഇത് തന്നെ ഇതിനകത്തുനിന്ന് ഒഴിവാകാമായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയുടെ സമയത്ത് അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥനയുടെ അനുഭവമാണ്. കാരണം ദ ഡിപ്പെൻഡൻസ് അപ്പോൺ ഫാദർ, ഞാൻ പറഞ്ഞല്ലോ, ഇത് തന്നെത്താനെ നിൽക്കുവാനുള്ളതായ ശക്തി ആർക്കുണ്ട്? യേശു ക്രിസ്തുവിനുണ്ട്. എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ അദ്ദേഹം പിതാവിനെ ആശ്രയിക്കുന്നത് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. 41-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ചാട്ട്. അത് കഴിഞ്ഞ് യേശു ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 42-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് 44 വായിച്ചാട്ട്. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വേർപ്പ് അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, അവർ ഡിപ്പെൻഡൻസ് അപ്പോൺ ഗോഡ്, നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ ഒരു കാര്യമാണ്. മറ്റൊരുത്തരിലും നമുക്ക് ആശ്രയിക്കുവാനായിട്ടില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ നടുവിൽ യേശുവിൻ്റെ അനുയായി എന്ന നിലയിൽ യേശു നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായ മാതൃക എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെ
ദൈവത്തിൽ ആശ്രയിക്കുക. എന്താണ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് ഇവിടുത്തെ പ്രാർത്ഥനയുടെ ആവശ്യകത എന്ന് പറയുന്ന ഈ ഭാഗത്ത്? അത് രോഗത്തിൻ്റെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, അത് മറ്റെന്തെങ്കിലും കാര്യം സാധിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. എന്തിനു വേണ്ടിയാണ് ഇവിടെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ? വാട്ട് ഈസ് ദ റീസൺ ഫോർ പ്രെയർ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? ഇവിടെ എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പറയുന്നത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. എന്താണ് ഇവിടുത്തെ പരീക്ഷ? യേശുക്രിസ്തു നേരിടുന്ന പരീക്ഷ എന്താണ് ഇവിടെ? അല്ലെ ശിഷ്യന്മാർ നേരിടുന്നതായ പരീക്ഷ എന്താണ് ഇവിടെ? ഇവിടെ ആരുണ്ട്? ഇവിടെ ഗത്സമന തോട്ടത്തിൽ ആരുണ്ട്? ഇവരുടെ കൂടെ ആരുണ്ട്? ഇവരുടെ കൂടെ സാത്താനുമുണ്ട്. എന്താണ് പരീക്ഷണം അവിടെ? യേശു ക്രിസ്തുവിൻ്റെ ഈ മിഷൻ തകർക്കണം. കാരണം മാനുഷികമായ നിലയിൽ ഈ പരീക്ഷണം നേടും. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ, ഞാൻ മരിക്കാൻ വേണ്ടി, നമുക്കറിയത്തില്ല നമ്മുടെ മരണത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ ഇത് ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് വന്നത് എന്നുള്ളതായ വ്യക്തത യേശു ക്രിസ്തുവിനുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ ഉടൻ തന്നെ മരണപ്പെടാൻ പോവുകയാണെന്നുള്ള ഒരു സമയമോ ദിവസമോ നമുക്കൊന്ന് അറിവ് കിട്ടിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ നേരിടുവാനായിട്ട് ശ്രമിക്കുന്നത്? ഒരുപക്ഷെ ഏത് രീതിയിലെങ്കിലും അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇവിടെ യേശു ക്രിസ്തു പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുന്നു, ഇത് ഒഴിവാക്കാനുള്ളതായ ശ്രമം നടക്കുകയാണ്, അതിൽ നാം വീണു പോകരുത്. ദൈവത്തിൻ്റെ വലിയ പദ്ധതി തടസ്സപ്പെടുത്തുവാൻ, ഈ ദൗത്യം തടസ്സപ്പെടുത്തുവാൻ സാത്താൻ, ഒരുപക്ഷെ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പറ്റി പേടിച്ചത് എന്തായിരിക്കാമെന്നറിയാമോ? എന്ത് പരീക്ഷയാണ് അവർ നേരിടുന്നത്? യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുക എന്നുള്ളതായ പരീക്ഷ, യേശു ക്രിസ്തുവിൻ്റെ കൂടെ അല്ല എന്ന് പറയുന്നതായ പരീക്ഷ. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ വലിയ ദൗത്യം, കുരിശിലെ ഈ മരണത്തെ തടസ്സപ്പെടുത്താനുള്ള സാത്താൻ്റെ പരീക്ഷ. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ വലിയ പോരാട്ടങ്ങളുടെ നടുവിലാണ്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമല്ല സാത്താൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം എന്താ സംഭവിച്ചത്? സാത്താൻ യേശു ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് വന്നു, അവൻ്റെ പദ്ധതികളെ പൊളിക്കുവാൻ വലിയ പരീക്ഷണങ്ങൾ അങ്ങോട്ട് കൊടുത്തു. എന്നാൽ താഴെ വീണു പോയില്ല, തകർന്നു പോയില്ല. അതിനുശേഷം യേശു ക്രിസ്തു മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ചില ദിവസങ്ങൾക്ക് ശേഷം മഹാപുരോഹിതന്മാരുടെയും പടയാളികളുടെയും കയ്യാൽ മരണപ്പെടുവാനായിട്ട് പോകുന്നു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഉടനെ പത്രോസ് എന്താ പറഞ്ഞത്? പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്കിതൊന്നും ചിന്തിക്കാനേ പറ്റത്തില്ല. വി കനോട്ട് തിങ്ക് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡൈ. നീ മരിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. യേശു ക്രിസ്തു എന്ത് മറുപടിയാണ് പത്രോസിനോട് പറഞ്ഞത്? എന്താണ്? നമുക്ക് ഓർമ്മയുണ്ട്, ഉറക്കെ പറഞ്ഞാട്ട്, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, സാത്താനെ എന്നെ വിട്ടു പോ. കാരണം പത്രോസിലൂടെ പ്രവർത്തിക്കുന്നതായ സാത്താൻ, പദ്ധതികളെ പൊളിക്കുവാൻ ശ്രമിക്കുന്ന സാത്താൻ, യേശു ക്രിസ്തു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോ, ഞാൻ ഈ ദൗത്യത്തിന് വേണ്ടിയാണ് വന്നത്. അതിനുശേഷം നമ്മൾ ഓർക്കണം, വൺ ആഫ്റ്റർ അനദർ സാത്താൻ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെയുണ്ട് ഈ ദൗത്യത്തെ തടസ്സപ്പെടുത്താൻ. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, പലത് കഴിഞ്ഞു. അവസാന നിമിഷം ഗത്സമന തോട്ടത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതിനെ നേരിടുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കണം, നമുക്ക് പ്രാർത്ഥനയിൽ പോരാടണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം, നമ്മളിവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പല നിലയിലുള്ളതായ വെല്ലുവിളികൾ നേരിടാറായിട്ടുണ്ട്. ഒരു പക്ഷേ അത് സാമ്പത്തികമായ പ്രയാസങ്ങളായിരിക്കാം, മറ്റു പല വലിയ രോഗങ്ങളായിരിക്കാം. എന്നാൽ അതിലൊക്കെ ഉപരിയായി നമ്മുടെ ആത്മീക ജീവിതത്തെ തകർക്കുവാൻ സാത്താൻ നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെതിരെ പോരാടേണ്ടത് ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് പോരാടാൻ ഉള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിരിക്കുന്നു. അത് പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞല്ലോ, മാനുഷികമായി ഈ മരണം ഒഴിവാക്കുവാൻ. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു പറയുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. കാരണം അത്രത്തോളം വേദനകൾ, അതെല്ലാം ഓൾ ദീസ് തിങ്സ്, ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്ന കാര്യങ്ങൾ. അവൻ ദൈവമായി ഒറ്റയടിക്ക് ഇതങ്ങ് നീക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യങ്ങളില്ല, വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, ഭ്രമിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇതിനെ പ്രാർത്ഥനയിലൂടെ നേരിടുന്നു. ശിഷ്യന്മാർ ഒരുപക്ഷെ യേശുവിനെ ത്യജിക്കാനായിട്ടുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ.
മർക്കോസിൻ്റെ സുവിശേഷം ഇതിന് സമാന്തരമായി അല്ലെങ്കിൽ ഇതിന് പാരലായി പറഞ്ഞിരിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു തന്നെ പറയുന്നു, അവസാനം പറഞ്ഞു ഒരു കാര്യവും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ യേശുക്രിസ്തു പറയുന്നൊരു വാചകമുണ്ട്, ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ഈ ദൗത്യത്തിൽ പങ്കാളിയായി തീരാനും ഇതിന് പങ്കുചേരാനും ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. പക്ഷെ എന്തിന് കഴിയുന്നില്ല? അത് ചെയ്യുവാനായിട്ട് കഴിയും. നമുക്കും പലപ്പോഴും നമ്മുടെ ഒന്ന് ജീവിതത്തിലോട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ആത്മീകമായി മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ചിലപ്പോൾ എന്തോ ചെയ്തു പോവും, സാത്താൻ നമ്മളെ തളർത്തി താഴെയിട്ട് കളയും. അതിനെതിരെ ഐ വുഡ് ലൈക്ക് ടു ടെൽ ദ യങ് പീപ്പിൾ ഓൾസോ, വെൻ നമ്മുടെ ഒരുപക്ഷെ ജോലി സ്ഥലത്തായിരിക്കാം, നമ്മുടെ പഠിക്കുന്ന മേഖലകളിലായിരിക്കാം, wherever it will be, our battle is there that we have to fight against. നമ്മുടെ യേശുക്രിസ്തു ഈ പരീക്ഷണ ഘട്ടത്തിൽ ഈ വലിയ ആയുധം ഉപയോഗിക്കുവാനായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്. ഇത് നമ്മൾക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവർ വെപ്പൺസ് ആർ നോട്ട് ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അതുകൊണ്ടാണ് ഗെത്സമന തോട്ടത്തിൽ യേശുക്രിസ്തുവിനെ പിടിക്കാമെന്ന പടയാളികൾ വന്നപ്പോൾ നമ്മുടെ പത്രോസ് വാളെടുത്ത് വെട്ടി. യേശു എന്താണ് പത്രോസിനോട് പറഞ്ഞത്? പത്രോസേ, വാൾ ഉറയിലിടുക, ഈ വാൾ എൻ്റെ രാജ്യത്തിൻ്റെ ആയുധമല്ല. ദിസ് വെപ്പൺ ഡസൻ ബിലോങ് ടു മൈ കിങ്ഡം. ഇത് എൻ്റെ രാജ്യത്തിൻ്റെ ആയുധമല്ല. നമ്മുടെ ആയുധങ്ങൾ എന്തുവാ? പ്രാർത്ഥനയാണ്. എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുന്നതായ ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള്. ഞാൻ താഴോട്ട് വരികയാണ്. 18-ാമത്തെ വാക്യത്തിൽ അവിടെയും ആര് പറഞ്ഞിട്ടുണ്ട്? ഈ ആയുധത്തെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരവും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടിരിപ്പീൻ. ഇതൊരു ചെറിയ ആയുധമല്ല. ദിസ് വെപ്പൺ ഈസ് നോട്ട് ആൻ ഓർഡിനറി വെപ്പൺ, ഇറ്റ് ഈസ് എ പവർഫുൾ വെപ്പൺ. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ആയുധം. അത് പത്രോസ് അപ്പോസ്തലൻ പഠിച്ചു. ഈ ഗെത്സമന തോട്ടത്തിൽ അന്ന് ഉറക്കം തൂങ്ങിയ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയ പത്രോസ് അപ്പോസ്തലൻ ഈ കാര്യം അതുകൊണ്ട് പഠിച്ചു. കാരണം ഉറങ്ങിപ്പോയാൽ സാത്താൻ എന്നെ തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനൊക്കെ ശേഷം, അനുഭവങ്ങൾക്ക് ശേഷം അദ്ദേഹം ലേഖനം എഴുതിയപ്പം അദ്ദേഹം ഒരു കാര്യം ഓർപ്പിച്ചു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ നാഥൻ്റെ കൂടെ ഗെത്സമന തോട്ടത്തിൽ ഉറങ്ങിപ്പോയി, എന്നെ പലതവണ തട്ടി ഉണർത്തിയിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, 1 പത്രോസ് 5:8 പറയുന്നു, നിർമ്മതരായിരിപ്പീൻ. പിന്നെന്തുവാ പറഞ്ഞത്? ഉണർന്നിരിപ്പീൻ. പത്രോസാ പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ. അന്ന് ഉറങ്ങിപ്പോയ പത്രോസ് ഇന്ന് പറയുകയാണ്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. പിന്നെ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. കാരണം പത്രോസിനറിയാം, പത്രോസ് ഇത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഹി എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ഇയേഴ്സ് ബിഫോർ ആൻഡ് ഹീ ഈസ് നൗ ടെല്ലിങ്. അവൻ വിശ്വാസികളോട് പറയുകയാണ്, പിശാച് ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുകയാണ്, അവൻ എന്നെയും നിങ്ങളെയും തകർക്കാനുള്ളതായ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, പ്രാർത്ഥിപ്പീൻ. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് മുൻപോട്ട് നീങ്ങുകയാണ്. രണ്ടാമത്തെ കാര്യം, ദ ഫസ്റ്റ് തിങ് ആസ് ജീസസ്, യേശു ക്രിസ്തു ഇതിനെ പ്രാർത്ഥനയിലൂടെയാണ് നേരിട്ടത്. നമ്മൾക്കും ഇത് ആവശ്യമാണ്. 2, നമ്മൾ 22-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിലോട്ട് വന്നാൽ 42 മുതൽ വായിച്ചാൽ, സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ സംഭവിച്ച കാര്യം എന്താണ്? കാരണം വലിയ മറ്റ് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു, അവൻ വ്യാകുലപ്പെട്ടു, ഭ്രമിച്ചു, അതിവേദനയാൽ ഭാരപ്പെട്ടു, പിതാവിനോട് പ്രാർത്ഥിച്ചു. ഉടനെ എന്താണ് സംഭവിച്ചത്? അവനെ ശക്തിപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്ന്, വേറെ ഒരു സുവിശേഷത്തിലും അത് പറഞ്ഞിട്ടില്ല, അവനെ നമ്മളൊരു പക്ഷേ ഈ ഒരു ചെറിയ സെന്റൻസ് ആയതുകൊണ്ട് ഇത് വിട്ടുപോകാനും സാധ്യത. അവനെ ശക്തിപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ എന്തോ എടുത്തു, ഉടനെ അങ്ങോട്ട് വന്നു.
power. The first one was the prayer. The second thing is the power in the midst of struggle. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമ്മൾക്ക് ലഭിക്കുന്ന ശക്തി. ദൈവം എന്തോ എടുത്തില്ല, ഇതിനെ അങ്ങോട്ട് മാറ്റിവിട്ടില്ല. പൗലോസ് അപ്പോസ്തലനും പ്രാർത്ഥിക്കുന്നുണ്ട്. കൊരിന്ത്യർക്കെതിരെ 2 ലേഖനം അതിൻ്റെ 12 അധ്യായത്തിൽ വലിയൊരു പ്രയാസം അനുഭവിച്ചപ്പം പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടായത്, ഇതിനകത്തൂടെ കടന്നു പോകാൻ വലിയ പ്രയാസമാണ്. ദൈവം എന്തോ ചെയ്തില്ല, മാറ്റിയൊന്നും വിട്ടില്ല. എന്താണ് 9ാമത്തെ വാക്യത്തിൽ പറയുന്നത്? എൻ്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫീഷ്യന്റ് ഫോർ യു ആൻഡ് മൈ പവർ ഈസ് പെർഫെക്റ്റഡ് ഇൻ യുവർ വീക്ക്നെസ്. മാറ്റിവിട്ടില്ല, കൃപ അങ്ങോട്ട് കൊടുത്തു. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. 22ാം അധ്യായത്തിൽ യേശു അതിവേദനയാൽ ഭാരപ്പെട്ടപ്പോൾ എന്നാ പിതാവ് പറഞ്ഞില്ല, ഇതങ്ങ് ഒഴിവാക്കി വിട്ടേക്കാം. ഇതിനകത്തൂടെ പോകാനുള്ള ഒരു ശക്തി, ഒരുപക്ഷെ വലിയ കാഠിന്യമേറിയ രോഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകാം. നോട്ട് ദ റിമൂവൽ ഓഫ് ദ ചലഞ്ച് ബട്ട് ദ പവർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ചലഞ്ച്. ഇവിടെ യേശു ക്രിസ്തു എങ്ങനെയാണ് വിളിക്കുന്നത്? നമുക്ക് 42ാമത്തെ വാക്യത്തിൽ ഒന്ന് നോക്കി. 42ാമത്തെ വാക്യത്തിന് തുടക്കം എങ്ങനെയാണ്? പിതാവേ. ഇതൊരു സാധാരണ വിളിയല്ല. വാസ്തവത്തിൽ യേശു ക്രിസ്തുവിന് ദൈവത്തെ വേറെ പല രീതിയിൽ വിളിക്കായിരുന്നു. സൃഷ്ടിതാവെന്നോ, കർത്താവെന്നോ, സർവശക്തനെന്നോ, നീതിമാനെന്നോ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കായിരുന്നു. യേശു ക്രിസ്തു ഇവിടെ പിതാവായ ദൈവത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? പിതാവേ എന്ന് വിളിച്ച് അഡ്രസ്സ് ചെയ്യുന്ന പിതാവേ. അതൊരു സാധാരണ വിളിയല്ല. കാരണം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ല. കാരണം ദൈവം വളരെ ഹോളിയാണ്. ദൈവം വളരെ അകലെ ട്രാൻസെൻഡൻ്റ് ആയിട്ട് വളരെ വിദൂരതയിൽ വസിക്കുന്നതായ ഒരു ദൈവം, ഹോളി ആയിട്ടുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോലും ചെല്ലാൻ പറ്റത്തില്ല അങ്ങനെ സാധാരണക്കാർക്ക്. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പം വായിക്കുന്നുണ്ട്, അതിവിശുദ്ധ സ്ഥലത്തോട്ട് പുരോഹിതന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പോകാനൊക്കത്തുള്ളൂ. സാധാരണക്കാർക്ക് പോകാനേ പറ്റത്തില്ല. സാധാരണക്കാരന് ചെല്ലാൻ പറ്റത്തില്ല അതിവിശുദ്ധ സ്ഥലത്തോട്ട്. ദൈവം വസിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്തോട്ട് സാധാരണ മനുഷ്യന് ചെല്ലാൻ പറ്റത്തില്ല. അവിടെ പുരോഹിതന് വർഷത്തിൽ ഒരിക്കലേ ചെല്ലാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ പേരും അതുപോലെ. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പേര് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ എബ്രായ ബൈബിളിൽ യാഹ്വേ, ജഹോവ, നമ്മുടെ മലയാളം ബൈബിളിലെ യഹോവ എന്ന പദത്തിന് ഈക്വലൻ്റായിട്ടുള്ള പദം യാഹ്വേ എന്നാണ്. അതാണ് നമ്മുടെ മലയാളം ബൈബിളിൽ യഹോവ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പിന്നുള്ളൊരു പദം ദൈവം എന്നുള്ള. ഈ 2 പദങ്ങളാണ് ദൈവത്തിന് നമ്മൾ കാണുന്നത്, ദൈവമെന്നും യഹോവ എന്നും. ഇതിൽ യഹോവ എന്ന് പറയുന്ന പദത്തിൻ്റെ എബ്രായ പദം വാസ്തവത്തിൽ യഹൂദന്മാർക്ക് ആ നിലയിൽ പറയാനൊക്കത്തില്ല. ആ ഭാഗം വരുമ്പോൾ അവരെങ്ങനെയാണ് വായിക്കുന്നതെന്ന് അറിയാമോ? ആ ഭാഗം വരുമ്പോൾ അവർ അഡോണായി എന്നാണ് വായിക്കുന്നത്. അതായത് യഹോവ എന്ന വാക്കുകൾ വരുമ്പോൾ, ആ പദം വരുമ്പോൾ അവർ അഡോണായി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവമേ അല്ലെങ്കിൽ എൻ്റെ കർത്താവേ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ദൈവം വളരെ വിശുദ്ധനാണ്. അവൻ വിശുദ്ധിയിൽ വസിക്കുന്നതായ ദൈവം. അവൻ്റെ പേര് വളരെ വിശുദ്ധിയുള്ളതാണ്. അത് ഉച്ചരിക്കുന്നത് തന്നെ എന്താണ്? തെറ്റായിട്ടുള്ള ആ നിലയിൽ, അല്ലെങ്കിൽ ദൈവത്തെ ഒന്ന് ചുമ്മാതെ പേര് വിളിച്ച് താഴ്ത്തുന്നതിന് തുല്യം. അതുകൊണ്ട് എൻ്റെ കർത്താവേ എന്നാണ് ആ ഭാഗം വരുമ്പം വിളിക്കുന്നത്. അപ്പം വലിയൊരു അകലമുണ്ട് എന്തുമായിട്ട്? ദൈവവും ജനങ്ങളുമായിട്ട്. ആ അകലമാണ് ആര് നീക്കുന്നത്? യേശു ക്രിസ്തു നീക്കുന്നത്. യേശു ക്രിസ്തു ആ അകലമാണ് നീക്കുന്നത്. യേശു ക്രിസ്തു എന്താണ്? യഹൂദനാണ് അദ്ദേഹം കൂടെ എന്താണ് ദൈവത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്? പിതാവേ. ഇനിയും വേറെ പല സ്ഥലത്തും വിളിക്കുന്നുണ്ട്. അബ്ബാ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്ന് വേറെ പല സ്ഥലങ്ങളിലും നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ മനുഷ്യരുമായി കൂടുതൽ അടുപ്പിക്കുന്ന ഒരു കർത്താവാണ്. അതാണ് ഈ പ്രാർത്ഥനയിലൂടെ. കാരണം ദൈവത്തിൻ്റെ അടുക്കലോട്ട് ചെന്ന് അദ്ദേഹത്തെ വിളിക്കുവാൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. എന്താ കാരണം എന്നറിയാമോ? അവിടെ പറയുന്നുണ്ട്, ഇവൻ എന്തോ ചെയ്യുന്നതെന്നറിയോ? യഹൂദന്മാർ പറയുകയാണ്, ഇവൻ ദൈവത്തെ പിതാവെന്ന് വിളിച്ച് തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. അതുകൊണ്ട് എന്താണ് ഇവൻ വലിയ പാപമാണ് ചെയ്യുന്നത്. ഞങ്ങൾ പേര് പോലും ദൈവത്തിൻ്റെ ഉച്ചരിക്കുന്നില്ല. ആ ദൈവത്തെ ഇവൻ എന്ത് വിളിക്കുകയാണ്? പിതാവേ എന്ന് വിളിക്കുകയാണ്. വലിയ തെറ്റാണ് യേശു ചെയ്യുന്നതെന്ന് യഹൂദന്മാർ വാദിക്കുകയാണ്. അതിൻ്റെ നടുവിലാണ് യേശു ക്രിസ്തു ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ. എന്താണ് പഠിപ്പിക്കുന്നതെന്നറിയാമോ? യേശുവിൻ്റെ അടുക്കലോട്ട് നമുക്ക് കടന്നു ചെന്ന് അവനെ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു പദവി ആർക്കുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഒരു വാക്കൂടുണ്ട്, അബ്ബാ പിതാവ്. എന്താണ് ഈ അബ്ബ?
നമ്മൾ പല സ്ഥലത്തും മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അബ്ബാ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണേ. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മ. എന്താണ് ഈ അബ്ബ എന്നുള്ള വാക്കിന്റെ അർത്ഥം? അബ്ബ എന്നുള്ള വാക്ക് ഏത് ലാംഗ്വേജാ? അത് അരാമൈക്ക് ലാംഗ്വേജ്, അരാമൈക്ക് ഭാഷയാണ്. അബ്ബ എന്ന് പറയുന്ന വാക്ക് അരാമൈക്ക് ഭാഷയിലുള്ള വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത് വളരെ, അതും അപ്പ എന്ന ഫാദർ എന്നുള്ള വാക്കിൻ്റെ അരാമിക്കിലുള്ള വേർഡാണ് അബ്ബ. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു ഏറ്റവും ആഴത്തിലുള്ള, അതായത് മക്കളും അപ്പനും തമ്മിലുള്ള ഏറ്റവും ആഴത്തിലുള്ളതായ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് അബ്ബ എന്ന് പറയുന്ന വാക്ക്. നമ്മളൊക്കെ ഇവിടെ കൂടുതലും പ്രായമുള്ളവരാണ് ഇരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അപ്പന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ വിളിച്ചിട്ടുള്ള, നമ്മൾ സ്നേഹക്കൂടുതൽ കൊണ്ട് വിളിക്കുന്ന പപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്, ഡാഡ് എന്ന് വിളിക്കുന്നവരുണ്ട്, ഡാഡ എന്ന് വിളിക്കുന്നവരുണ്ട്. പല പേരുകളിൽ നമ്മൾ നമ്മുടെ പിതാക്കന്മാരെ, എൻ്റെ ഫാദറിനെ ഞാൻ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, നമ്മുടെ പിതാവിനെ വളരെ സ്നേഹത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ വിളിക്കുന്നൊരു വിളിയാണ്. ആ വിളിയാണ് യേശു ക്രിസ്തു എന്തല്ലേ ഇവിടെ വിളിക്കുന്നത്, അബ്ബാ പിതാവേ. നമുക്ക് ആ അടുത്തോട്ട് ചെല്ലാൻ ആ പദവിയുണ്ട്. പ്രിയ ദൈവജനമേ, ഈ രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഏറ്റവും വലിയ വേദനയിൽ യേശു ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് ചെന്ന് എൻ്റെ അപ്പാ, എൻ്റെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം എനിക്കും നിങ്ങൾക്കുണ്ട് പ്രിയമുള്ളവരെ. ആ ആ ആ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മൾക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച്, അപ്പാ എന്ന് വിളിച്ച് അവൻ്റെ അടുത്തോട്ട് ചെല്ലാനുള്ള ഒരു അവകാശത്തിന് നമ്മളെ യോഗ്യരാക്കിയിരിക്കുന്നു. ആ ഒരു ഉറപ്പ് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ വേണം. ഇവിടെ നോക്കിയേ, യേശു ക്രിസ്തു വിളിക്കുമ്പോൾ അവൻ്റെ കഷ്ടതയെ മാറ്റിക്കൊടുക്കുമല്ല, മകൻ വിളിക്കുമ്പോൾ അവൻ്റെ കഷ്ടതയെ മാറ്റിക്കൊടുക്കും. കാരണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മകൻ ഇതിനകത്തൂടെ പോയി സാധ്യമായി തീരുകയുള്ളൂ. എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ ഒരു ദൂതൻ വന്ന് ശക്തിപ്പെടുത്തുന്നു. എനിക്കും നിങ്ങൾക്കും ഈ ശക്തിപ്പെടൽ നമ്മളുടെ ആത്മീയ ജീവിതത്തിലുണ്ടാകും. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ആ അവകാശത്തോടെ നമ്മുടെ അപ്പൻ്റെ അടുക്കലോട്ട് ചെന്ന്, ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണമേ, നിന്റെ ഹിതം നിറവേറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെയും അവസാനത്തെയും കാര്യത്തിലോട്ട് ഞാൻ വരികയാണ്. നമ്മൾ മൂന്നാമത്തെ കാര്യത്തിലേക്ക്, ദ തേർഡ് തിങ്, നമ്മൾ ആദ്യം കണ്ടു പ്രയർ, അവർ ഡിപ്പെൻഡൻസ് അപ്പോൺ ഗോഡ്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം. ദ സെക്കൻഡ് തിങ് വാസ് പവർ, നമ്മളുടെ കഷ്ടതയിൽ നമ്മൾക്ക് ലഭിക്കുന്നതായ ദൈവത്തിൻ്റെ ശക്തി അതിനെ നേരിടുവാൻ. ദ തേർഡ് തിങ്, മൂന്നാമത്തെ ഈ ഭാഗത്ത് പറയുന്നതായ കാര്യം യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തെ പറ്റിയാണ്. ദി ഒബീഡിയൻസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സഫറിംഗ്. വാസ്തവത്തിൽ നമ്മുടെ കഷ്ടതയുടെ നടുവിൽ അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ നടുവിൽ സാധാരണ കാര്യങ്ങളെല്ലാം അങ്ങ് നല്ലതായിട്ട് പോകുകയാണെങ്കിൽ അനുസരണം വളരെ എളുപ്പത്തിൽ സാധ്യമായി തീരും. നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനാണ്. ഇഫ് എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്, കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്ന പോലെ നടക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒബീഡിയൻസ് വിൽ ബി ഓക്കെ, അത് സ്ട്രെയിറ്റ് ആണ്. വെൻ തിങ്സ് ആർ നോട്ട് ഇൻ ദ റൈറ്റ് വേ, അല്ലെങ്കിൽ വലിയ ഡിഫിക്കൽറ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ഒബീഡിയൻസ് വിൽ ബി എ പ്രോബ്ലം. അനുസരണം ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെ യേശു ക്രിസ്തു, ലുക്ക് അറ്റ് ജീസസ്, വലിയ വെല്ലുവിളിയാണ്. 22-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 22-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യം. പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ജീസസ് ഈസ് ഇൻ ഡെത്ത് പെയിൻ, മരണവേദനയിലാണ്. വേറെ പല സ്ഥലങ്ങളിൽ മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നു, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഐ ആം ഇൻ ഡെത്ത് പെയിൻ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അനുസരണം സാധ്യമായി തീരുന്നത്? അതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് ഒരു മാനുഷികമായ നിലയിലുള്ള പ്രാർത്ഥനയാണ്. എന്താണ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്? പിതാവേ, കഴിയുമെങ്കിൽ എന്തോ ചെയ്യണം? ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പ്രാർത്ഥിച്ചത്? പിതാവേ,
കാരണം ഞാൻ പറഞ്ഞല്ലോ, യേശുവിന് ഇത് കഴിയും, ഇതിനുള്ള ശക്തിയുണ്ട്, ഇതിനു വേണ്ടിയാണ് അദ്ദേഹം വന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അങ്ങനെ പ്രാർത്ഥിച്ചത്? വൈ ഡിഡ് ജീസസ് പ്രേഡ് ലൈക്ക്, പിതാവേ ഇതൊന്ന് ഒഴിവാക്കണമേ. വാസ്തവത്തിൽ ഒരേ ഒരു കാര്യമാണ് ഞാൻ ചിന്തിക്കുകയായിരുന്നു. പ്രോബബ്ലി അറ്റ് ദറ്റ് ലാസ്റ്റ് മൊമെന്റ് വേറെ എന്തെങ്കിലും, ഇഫ് യു ഹാവ് അനദർ ഓൾട്ടർനേറ്റീവ്, ഇഫ് ദർ ഈസ് അനദർ വേ, ഇഫ് യു ഹാവ് സം അതർ പ്ലാൻസ്, യേശു ക്രിസ്തു പിതാവിനോട് പറയാണ്, യു റിവീൽ ഇറ്റ് നൗ. നിനക്ക് വേറെ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ യു റിവീൽ ഇറ്റ് നൗ. എന്താണ് റെസ്പോൺസ്? എന്തായിരുന്നു സ്വർഗത്തിലെ റെസ്പോൺസ്? എന്തായിരുന്നു? സൈലൻസ്. സൈലൻസ്. പിതാവിന് എത്രമാത്രം വേദനയുണ്ടായി കാണും തൻ്റെ പുത്രനെ ഇതിലോട്ട് വിടാൻ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവം പറഞ്ഞു, നീ ഇതെല്ലാം ചുമക്കണം. എന്താണ് ഇവിടെ ഈ പറയുന്ന പാനപാത്രം? അത് ഈ പാനപാത്രമല്ല. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിൽക്കണമേ. എന്താണ് ഈ പാനപാത്രം? ഇത് ദൈവകോപത്തിൻ്റെ ആ തീവ്രതയാണ്, ഈ പാപത്തിൻ്റെ ഭാരമാണ്. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ പാനപാത്രം എന്ന വാക്കിൻ്റെ സൂചിപ്പിക്കുന്നത് ആ പാപത്തിൻ്റെ ഭീകരതയാണ്, ദൈവകോപത്തിൻ്റെ ഭീകരതയാണ്. കാരണം ഈ ലോകത്തിൻ്റെ മുഴുവൻ ജനതയുടെയും പാപത്തിൻ്റെ ഭാരം, അതിൻ്റെ ഭീകരതയാണ് ഈ പാനപാത്രം എന്ന് പറയുന്നത്. ദ കപ്പ് ഓഫ് സഫറിങ്. ആ സമയത്തിലെല്ലാം, കാരണം യേശു ക്രിസ്തുവിന് അറിയാം എൻ്റെ ദൗത്യം ഇതാണ്. ഹി പെർഫെക്റ്റ്ലി ഒബെയ്ഡ്. എബ്രായർക്ക് ലേഖനം ഈ 2 വാക്യങ്ങളിലൂടെ വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ജീസസ് ഈസ് അൺവില്ലിങ്, അവൻ ഇതിനകത്തൂടെ പോകാൻ എന്തോ ഒരു മടിയുള്ള ആളാന്നല്ല ഇതിൻ്റെ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. ഞാൻ യേശു ചോദിക്കുകയാണ്, ഞാൻ എന്ത് പറയണ്ടു? ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ എക്സാക്ട്ലി, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, ഞാൻ അതിനു വേണ്ടി വന്നിരിക്കുന്നു. ത്രൂ ഒബീഡിയൻസ്, അനുസരണത്തിലൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ബാക്കി വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, ഞാൻ എന്നാലും പറയാം, നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ ഉറക്കപ്പറ അനുസരണമുള്ളവനായി തീർന്നു. ഹി ഒബെയ്ഡ് ടിൽ ഡെത്ത് ഓൺ ദ ക്രോസ്. നമുക്ക് ബുദ്ധിമുട്ടാണ് വാസ്തവത്തിൽ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളുടെ ചില പ്രയാസങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ചില ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ, കർത്താവേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹി വുഡ് ലൈക്ക് ടു ടേക്ക് ദ ഗ്ലോറി ത്രൂ ദാറ്റ്. അവൻ്റെ നാമം മഹത്വപ്പെടുവാനുള്ള പദ്ധതിയാണ്. പ്രോബബ്ലി അത് നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പലപ്പോഴും എന്താണ്, ഒരു പക്ഷേ നമ്മുടെ രോഗത്തിലൂടെയോ മറ്റേതെങ്കിലും ഒരു പ്രയാസത്തിലൂടെയോ ഒരു കഷ്ടതയിലൂടെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് നമുക്ക് എടുക്കാനായിട്ട് പ്രയാസമാണ്. എന്നാൽ ഇവിടെ യേശു പറയുകയാണ്, കർത്താവേ ഞാൻ എന്നെ തന്നെ ക്രൂശിലെ മരണത്തോളം താഴ്ത്തി അനുസരണമുള്ളവനായി നിൻ്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു തരുന്നു. നീ അവിടുന്ന് മഹത്വം എടുത്താട്ട്. ആക്ച്വലി ദ ഫോർമോസ്റ്റ് തിങ് ഫോർ ദ ക്രിയേഷൻ, ദൈവം മനുഷ്യനെ അല്ലെ അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും വലിയൊരു ദൈവത്തിൻ്റെ ഒരു ആഗ്രഹവും പദ്ധതി എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ നാമം ഉയർത്തുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മളും ചോദിക്കാറുണ്ട്, ദൈവമേ ഇതൊന്ന് ഒഴിവാക്കി വിടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ചിലപ്പം സൈലൻസ് ആയിരിക്കാം ഉത്തരം, ചിലപ്പം ദൈവം മാറ്റിവിട്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പം സൈലൻസ് ആയിരിക്കാം ഉത്തരം. നമ്മൾ മനസ്സിലാക്കിക്കോണം, കർത്താവ് നമ്മളിലൂടെ മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ നമ്മുടെ ജീവിതങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ്
മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം, ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 42 ഈ വലിയ അതിവേദനയുടെയും പ്രയാസത്തിൻ്റെയും വ്യാകുലത്തിൻ്റെയും ഭ്രമത്തിൻ്റെയും എല്ലാം അവസ്ഥകളിലൂടെ കഴിഞ്ഞതിന് ശേഷം ഈ സ്വർഗത്തിൽ നിന്നുള്ള ശക്തിപ്പെടുത്തലും കൂടെ കിട്ടിയതിന് ശേഷം യേശു എന്താണ് അവിടെ പറയുന്നത്? 14-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം, എഴുന്നേൽപ്പിൻ, ശിഷ്യന്മാരോട് പറയാണ്, ഇനി ഉറക്കമെല്ലാം കഴിഞ്ഞു, ഇനി എനിക്കൊരു പേടിയില്ല, ഇനി എനിക്കൊരു വ്യാകുലവും ഇല്ല, ഭ്രമവും ഇല്ല. റൈസ് അപ്പ് ആൻഡ് ഗോ, ലെറ്റ് us go. വായിച്ചാട്ടെ. എഴുന്നേൽപ്പിൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കാണിച്ചു കൊടുത്തവൻ അടുത്തിരിക്കുന്നു. മറ്റു പല ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, എൻ്റെ നാഴിക വന്നിരിക്കുന്നു, മൈ അവർ ഹാസ് കം, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ചില നാഴികകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. അത് നാം മനസ്സിലാക്കണം. അത് തകർക്കാൻ ആരുണ്ട്? പിശാചുണ്ട്, നമ്മളെ വീഴ്ത്തിക്കളയാൻ. അതിൽ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്, ഡിപ്പെൻഡൻസ് അപ്പോൺ ഗോഡ്. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ ശക്തി നമ്മളോടൊപ്പം ഉണ്ട്. ദ പവർ ഓഫ് ഗോഡ്. അത് യേശുവിന് ലഭിച്ചു, നമ്മൾക്കും ലഭിച്ചു. പിതാവേ എന്ന് വിളിച്ച്, അപ്പ എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ ദൈവം നമുക്ക് പദവി തന്നിരിക്കുന്നു. നമ്മുടെ അനുസരണം ദൈവം ആഗ്രഹിക്കുന്നു. ആ അനുസരണത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടും. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, നീ വെള്ളത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല, നീ നദിയിൽ കൂടെ നടന്നാൽ നീ നശിക്കുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഏത് സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ ശക്തി നമുക്ക് തലകളെ വണക്കാം. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിനെ പോലെ ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെല്ലുവിളികളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ യേശു എങ്ങനെയാണ് അതിനെ നേരിട്ടത് അതുപോലെ നേരിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയിൽ ഞാൻ കുറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് കൂടുതലായി പ്രാർത്ഥിപ്പാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ശക്തി നൽകണമേ. കർത്താവേ, എൻ്റെ കഷ്ടതയുടെ നടുവിൽ എനിക്ക് ശക്തി ആവശ്യമാണ്, എനിക്ക് അനുസരിക്കാനുള്ള കൃപ ആവശ്യമാണ്. അതെനിക്ക് നൽകി തന്നാട്ട്. വലിയവനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ രാത്രികാലത്തിനായി സ്തോത്രം. കർത്താവേ, വലിയ വർഷങ്ങൾക്ക് മുമ്പ്, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കായി ഈ ലോകത്തിലേക്ക് വന്ന് കഷ്ടതകളേറ്റ് പ്രാർത്ഥനയിൽ പോരാടി ദൈവ പിതാവിൻ്റെ ശക്തി പ്രാപിച്ച് അനുസരണമുള്ളവനായി കുരിശിലേക്ക് പോയി പിതാവിനെ മഹത്വപ്പെടുത്തി ഞങ്ങൾക്ക് രക്ഷ സാധ്യമാക്കി തന്ന കർത്താവേ, നീ കഷ്ടതയുടെ പാനപാത്രം കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് രക്ഷയുടെ പാനപാത്രം കുടിക്കാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യതയുള്ളവരാക്കിയതിനായി സ്തോത്രം. കർത്താവേ, ഈ വലിയ അനുഭവങ്ങൾ ഏറ്റുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കൂടുതൽ അങ്ങയെ ആശ്രയിക്കുന്നവരായി, ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നവരായി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ശക്തി അവിടെ നൽകി തരണം. പ്രാർത്ഥന കേട്ടതിനായി യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. മനോഹരമായിട്ടുള്ള ശക്തിയേറിയ ദൈവവചനം നമ്മൾക്ക് ഇന്ന് രാത്രിയിൽ വിഭാഗിച്ചു തരുവാൻ പ്രിയ പ്രകാശിനെ ദൈവം ബലപ്പെടുത്തി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആളുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാനും കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ചേർക്കാൻ വരുന്നതായിട്ടുള്ള ആ ദിവസത്തെ നോക്കി പാർത്തുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവിന് ഹിതകരമായ രീതിയിൽ ജീവിപ്പാനും ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല ഓടിയങ്ങൾക്ക് വേണ്ടി ജന്മിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് സുവിശേഷ ഗാനാവലിയിൽ 371 പാട്ട്, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന സുവിശേഷ ഗാനാവലിയിൽ 371 371. യേശുവിൻ
തുടർന്ന് നമ്മൾ ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ഇന്നലെയും കടന്നു വന്ന പ്രിയപ്പെട്ടവരൊക്കെയും ഓൺലൈനിൽ കൂടെ ശ്രവിച്ചവരും റവറൻഡ് ഡോക്ടർ പ്രകാശ് എബ്രഹാം മാത്യുവിൻ്റെ മെസ്സേജ് ശ്രവിച്ചവരാണ്. വേദപുസ്തകത്തിലെ സത്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുവാനുള്ള കഴിവ് നമ്മൾക്ക് ഇന്നലെ മനസ്സിലായി. അച്ഛനിലൂടെ മനോഹരമായിട്ടുള്ള സന്ദേശം ലഭിക്കാൻ ഇന്നലെ ഇടയായി തീർന്നു. ഇന്നും അതിമനോഹരമായ രീതിയിൽ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ പ്രിയ അച്ഛനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പ്രിയ അച്ഛനെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നും രാവിലെ സമയം നിങ്ങളോടുകൂടെ ആയിരിക്കാൻ എനിക്ക് ദൈവം ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷകരമായ നിലയിൽ അനുഗ്രഹീതമായ ഈ ആരാധനയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറയപ്പെട്ടതുപോലെ ഞാനിപ്പോൾ ചില വർഷങ്ങളായി നമ്മുടെ മദ്രാസിലുള്ളതായ ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജിനെ പറ്റി 2 വാക്ക് പറയും. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇവിടെയും എനിക്കത് പറയാതെ പോകാൻ കഴിയുകയില്ല. നമ്മുടെ സഭയുടെ സുവിശേഷ പ്രവർത്തകരെ
ഒരുക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജ്. 1987 മദ്രാസിൽ സ്ഥാപിതമായ ഓഗസ്റ്റ് 15 ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജിൻ്റെ സ്ഥാപക അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപക ദിനമെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 അവിടെ ചെറിയൊരു സ്തോത്ര പ്രാർത്ഥന നടത്താറുണ്ട്. ഞാനാണ് അന്നേരം ബൈബിൾ കോളേജിൻ്റെ ചെറിയൊരു ചരിത്രം എല്ലാ വർഷവും ഓർപ്പിക്കാറായിട്ടുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ആ ചരിത്രത്തിൽ പങ്കാളികളായ പലരും ഈ ഇടവകയുടെ ഭാഗമാണെന്നറിഞ്ഞത്. ഞാനെപ്പോഴും അവിടെ എന്ന് പറയാറുണ്ട്, 1987 ഓഗസ്റ്റ് 15 അന്നത്തെ സഭാ സെക്രട്ടറി ആയിരുന്ന റവറൻ KO ജോൺ അച്ഛൻ വന്ന് JMBC 8 വിദ്യാർത്ഥികളുമായി ആരംഭിച്ചു. ആദ്യ ബാച്ചിൽ 8 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പടങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അന്നത്തെ ആ ഫോട്ടോയൊക്കെ നമ്മുടെ കൈവശമുണ്ട്. KO ജോൺ അച്ഛനും വർഗീസ് ഫിലിപ്പച്ചനും ഇന്ന് നമ്മുടെ സഭയുടെ ബിഷപ്പായിരിക്കുന്ന തോമസ് എബ്രഹാം ബിഷപ്പും 8 വിദ്യാർത്ഥികളും നിൽക്കുന്ന ഒരു പടം. അത് അന്ന് കോളേജ് ആരംഭിക്കുന്നത് നമ്മുടെ മദ്രാസിലെ ഇപ്പോൾ നമ്മുടെ അണ്ണാനഗറിലുള്ളതായ ചർച്ചിൻ്റെ ക്യാമ്പസിലാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം ഏകദേശം 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സിറ്റി വിട്ട് ഊരപ്പക്കത്തുള്ളതായ ക്യാമ്പസിലേക്ക് കോളേജ് മാറുന്നത്. ഏകദേശം കോളേജിൻ്റെ 38ാമത്തെ വർഷമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ ഭാരതത്തിൻ്റെ 15 സംസ്ഥാനങ്ങളിൽ നിന്ന് 15 സ്റ്റേറ്റ്സിൽ നിന്നും അതുപോലെ തന്നെ 10-15 സഭകളിൽ നിന്നുമായി 60ഓളം വിദ്യാർത്ഥികളാണ് നമ്മുടെ അവിടെ JMBCയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഭാംഗങ്ങളായ ആൾക്കാർ മാത്രമല്ല, നമ്മുടെ സഭയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് ഭാരത സുവിശേഷീകരണം എന്നുള്ളതാണ്. അത് നമ്മുടെ സഭയെക്കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല ഭാരത സുവിശേഷീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ സമാനമായ ഈ ലക്ഷ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളിലെയും പ്രവർത്തകരെ ആ ഒരു വലിയ ദൗത്യത്തിനായിട്ട് ഒരുക്കി കൊടുക്കുക എന്നുള്ള കാര്യമാണ് JMBC ചെയ്യുന്നത്. നമ്മളുടെ ഈ 38 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 500ഓളം പേർ അവിടുന്ന് പഠനം നടത്തി ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തകരായിരിക്കുന്നു. നമ്മുടെ സഭയിലെ തന്നെ ഏകദേശം 90ഓളം പട്ടക്കാർ JMBCയിൽ പഠനം പൂർത്തിയാക്കിയവരാണ്. ബഹുമാനപ്പെട്ട അച്ഛനും JMBC ഗ്രാജുവേറ്റാണ്. അതുപോലെ തന്നെ ഹിന്ദി ബെൽറ്റ്, ഇപ്പോൾ നമ്മളുടെ സഭയിൽ ഏകദേശം 20ഓളം സംസ്ഥാനങ്ങളിൽ നമുക്ക് ഹിന്ദി ബെൽറ്റ് മിഷൻ, സ്റ്റേറ്റ് മിഷൻസ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ അതിൻ്റെ എല്ലാം പ്രവർത്തകരെ ഒരുക്കി കൊടുക്കുന്നത് ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജാണ്. അതുകൊണ്ട് ഈ സഭയുടെ സുവിശേഷീകരണ ദൗത്യത്തിൽ വലിയൊരു പങ്കാളിത്തമാണ് JMBC വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. പ്രത്യേകമായി JMBCയിൽ ഇപ്പോൾ റെസിഡൻഷ്യൽ കോഴ്സുകളെ കൂടാതെ ഓൺലൈൻ കോഴ്സുകളുമുണ്ട്. ഒരു വർഷം. അത് ബേസിക്കലി ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. ദൈവവചനം പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും പഠിക്കാവുന്ന ഒരു വർഷത്തെ കോഴ്സാണ് ഇപ്പോൾ ഇംഗ്ലീഷിലും തമിഴിലും ഹിന്ദിയിലും ഉള്ളത്. ഒരു വർഷം കൊണ്ട് പൂർത്തിയാകും. നിങ്ങൾ താല്പര്യമുള്ളവർക്ക്, ദൈവവചനം പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ആഴ്ചയിൽ ഒരു ഓൺലൈൻ ക്ലാസ് മാത്രമാണ് ഉള്ളത്. നിങ്ങൾക്കതിന് താല്പര്യമുള്ളവർക്ക് അതിന് ചേർന്ന് ദൈവവചനം പഠിക്കുവാനും നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏതെങ്കിലും നിലയിൽ, ചെറിയ നിലയിൽ സുവിശേഷീകരണങ്ങളായ പ്രവർത്തനത്തിൽ പങ്കാളികളായി തീരുവാനായിട്ടും സാധ്യമായി തീരും. ആ നിലയിൽ നിങ്ങൾക്കിതിൽ പങ്കാളികളായി തീരാവുന്ന മറ്റൊരു വലിയൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, സുവിശേഷ വേലയ്ക്കായി, പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്കായി പോകുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ കഴിഞ്ഞ വർഷം മലയാളിയായ ഒരു വിദ്യാർത്ഥിയാണ് പുതിയതായി ചേർന്നത്. നമ്മുടെ സഭയിലെ മറ്റ് ഭാഷക്കാരുണ്ട്. ഹിന്ദി ബെൽറ്റിൽ നിന്നും, ഒറീസയിൽ നിന്നും, തെലുങ്ക്, തമിഴ് ഭാഷക്കാർ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ മലയാളികളായി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് സുവിശേഷ വേലയ്ക്കായി വരുന്നവരുടെ എണ്ണം കുറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾക്ക് വളരെ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. കൊയ്ത്തിൻ്റെ നാഥനായ യേശു ക്രിസ്തുവിനോട് നമ്മൾ യാചിക്കണം വേലക്കാരെ അയക്കേണ്ടതിന്. നമ്മളുടെ വളരെ പ്രാർത്ഥന ആവശ്യമുള്ളതായ ഒരു കാര്യമാണ്. സുവിശേഷ വേലയ്ക്കായി ദൈവം ചിലരെയെങ്കിലും വിളിക്കണം, എഴുന്നേൽപ്പിക്കണം. അവർ വന്ന് പഠിച്ച് സുവിശേഷ വേലക്കാരായി മാറണം. പിന്നെ പറയുവാനുള്ള വലിയൊരു കാര്യം സാമ്പത്തികമായ ആവശ്യമാണ്. നമ്മളുടെ ഈ ചെറിയ സഭയിലെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും
നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. JMBCക്ക് ഒരു മാസം 10 ലക്ഷം രൂപ ആവശ്യമാണ്. ഒരു മാസം JMBCയിലെ ആവശ്യങ്ങളുടെ ചെലവിലേക്കായി അധ്യാപകരുടെ ശമ്പളം, വിദ്യാർത്ഥികളുടെ ഫീസ്, അങ്ങനെ മറ്റ് പല ആവശ്യങ്ങൾക്കായി 10 ലക്ഷം രൂപ ആവശ്യമായിട്ടുണ്ട്. ഈ പണമെല്ലാം നമ്മുടെ ഇടവാങ്ങുകളാണ് തന്ന് ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 60 വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വിദ്യാർത്ഥിയുടെ ഫീസ് 77,000 രൂപയാണ്. ഒരു സിംഗിൾ അല്ലെങ്കിൽ അൺമാരിഡ് ആയിട്ടുള്ള വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ ഫുഡ്, താമസം, ട്യൂഷൻ ഫീ ഇതെല്ലാം കൂടെ ചേർത്ത് 77,000 റുപ്പീസാണ്. മാരീഡ് ആയിട്ട് പഠിക്കുന്നവരുണ്ട്. മാരീഡ് ആയിട്ട് വന്ന് ഫാമിലി ആയിട്ട് ക്യാമ്പസിലെ ക്വാർട്ടറിൽ സ്റ്റേ ചെയ്ത് പഠിക്കുന്നവരുടെ ഒരു വർഷത്തെ ഫീസ് 1,25,000 രൂപയാണ്. അപ്പോൾ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മുടെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് വരുന്നു, അവർക്ക് ആർക്കും ഈ പണമൊന്നും തന്ന് പഠിക്കുവാനായിട്ട് സാധ്യതയുള്ളവരല്ല. അവർ ഛത്തീസ്ഗഡിൽ നിന്നും ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ആദ്യ തലമുറയിൽപ്പെട്ട വിശ്വാസികളാണ്. അവർ നമ്മളെക്കാട്ടിലും വലിയ ഉറച്ച വിശ്വാസമുള്ളവരാണ്. അവരിവിടെ പഠിക്കുവാനായിട്ട് വരുന്നു. പണമില്ലാത്തത് കൊണ്ട് നമ്മൾ ആരെയും പറഞ്ഞു വിടുന്നില്ല. നമ്മളെല്ലാവരെയും ഒരുക്കി ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു മാസത്തെ സിംഗിൾ സ്റ്റുഡൻസ് അവരുടെ മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ 1.5 ലക്ഷം രൂപ ആവശ്യമാണ്. അവർ പണം തരാത്തതുകൊണ്ട് അവർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതെല്ലാം നമ്മൾ തന്നെ, എൻ്റെ ഒരു പ്രധാന ജോലി ഈ 10 ലക്ഷം രൂപ എല്ലാ മാസവും കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ദൗത്യത്തിൽ പങ്കാളികളായി തീരുവാൻ താല്പര്യമുള്ളത് ഞങ്ങളോട് ചേരണം. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയുവാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സഭയിൽ നിന്ന് സ്റ്റുഡൻസിനെ അയക്കുന്നു, ഒറീസ മിഷനിൽ നിന്ന്, ഹിന്ദി ബെൽറ്റിൽ നിന്ന്. അവർക്കൊക്കെ ധാരാളം, നമുക്കറിയാം ഹിന്ദി ബെൽറ്റ് അങ്ങനെ ധാരാളം പണച്ചെലവുകളുള്ളതാണ് ഞങ്ങളെപ്പോലെ തന്നെ. അതുകൊണ്ടൊന്നും അവർ വിദ്യാർത്ഥികളെ അയക്കുമ്പോൾ അവരോട് നമ്മൾ പണം ചോദിക്കാറില്ല. അവർക്ക് വേണ്ടി നമ്മൾ പണം കണ്ടെത്തിയാണ് ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു മാസത്തെ ഫുഡിൻ്റെ കോസ്റ്റ് 3,000 രൂപയാണ്. 10 മാസം 30,000 രൂപ. പോക്കറ്റ് മണി ഇല്ലാത്തവരുണ്ട്. വീട്ടിൽ നിന്ന് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും, ഏകദേശം 1-1.5 വർഷം മുമ്പ് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ഏകദേശം 1000 പേരെ, വിശ്വാസികളായിട്ടുള്ള 1000 പേരെ അവരുടെ വില്ലേജസുകളിൽ നിന്ന് സുവിശേഷ വിരോധികൾ ഓടിച്ച് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. അവിടെ നിന്നാണ് നമുക്ക് വിദ്യാർത്ഥികളുള്ളത്. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പലരും അവരുടെ വില്ലേജ് വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നവരുണ്ട്. ചിലർക്ക് അവരുടെ വീടുകളിൽ നിന്ന് അവർ മാത്രം വിശ്വാസത്തിൽ വന്നവരുണ്ട്. ഈ വിദ്യാർത്ഥികൾ മാത്രമേ വിശ്വാസം. അതുകൊണ്ട് അവധി സമയത്ത് അവർക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് കഴിയത്തില്ല. 1-2 പേര് കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ 2 ആഴ്ച എൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം വ്യത്യസ്ത വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവരെ പണമില്ലെങ്കിലും നമ്മൾ അവരെ പഠിപ്പിച്ച് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി വിടുകയാണ്. നിങ്ങൾക്ക് ഇതിൽ പങ്കാളികളായി തീരാം. അതിനകത്ത് നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കുന്നവരുണ്ട്. ഒരു ഫാമിലി ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മാസത്തെ അവരുടെയും നമ്മൾ ഫീസ് വാങ്ങുന്നില്ല. എന്നാൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പം നമ്മളൊരു 6,000 രൂപയാണ് ഒരു മാസം ചെന്നൈയിൽ താമസിക്കുന്ന ഒരു ഫാമിലിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒന്നും ആകത്തില്ല. പക്ഷേ നമ്മളത് കണ്ടെത്തി അവർക്ക് കൊടുക്കുകയാണ്. പോക്കറ്റ് മണി ഇല്ലാത്തൊരു സിംഗിൾ സ്റ്റുഡൻറ്റിന്, ഹോസ്റ്റലിൽ താമസിക്കുന്ന സ്റ്റുഡൻറ്റിന് പോക്കറ്റ് മണി ഇല്ലാത്ത ആളിന് 300 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും നിലകളിൽ നിങ്ങൾക്ക് ഈ ഒരു വിദ്യാർത്ഥിയെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളതിൽ അതിന് മുമ്പോട്ട് വന്നാട്ട് ഈ 2 മാസം വിദ്യാർത്ഥികൾ പല പ്രവർത്തനങ്ങൾക്കായി ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുക. നമ്മുടെ JMBC ഞാൻ പറഞ്ഞല്ലോ 1900 ഇത്രയും വർഷങ്ങൾ, ഏകദേശം 25-30 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ മെയിൻ്റനൻസിന് വളരെ കോസ്റ്റുകൾ ആവശ്യമാണ്. ഈ 2 മാസം പല കാര്യങ്ങളും നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞാനിങ്ങോട്ട് പോകുന്ന നേരം ട്രഷററുമായി ചർച്ച ചെയ്ത് ഏകദേശം ഒരു 15 ലക്ഷത്തോളം രൂപ വേണം ഈ 2 മാസം കൊണ്ട് കാര്യങ്ങൾ ഒന്ന് സെറ്റിൽ ചെയ്ത് പുതിയ അക്കാഡമിക് ഇയർ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾ പ്രാർത്ഥിക്കണം. താല്പര്യമുള്ളവർ, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇവിടെ 1-2 പേര് റെഗുലറായി ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ പേർ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പങ്കാളികളായി തീരുവാൻ കഴിയുമെങ്കിൽ ഇപ്പം തന്നെ പണം നൽകണമെന്നില്ല. ഈ ഒരു വർഷം കൊണ്ട് തന്നെ പല നിലകളിൽ ഇതിൽ നിങ്ങൾ സഹായിക്കണം. ഇതിൻ്റെ ഒരു ചെറിയ ബ്രോഷർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദീകരിക്കുന്നത്. നിങ്ങളിതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മൾക്കൊരുമിച്ച് ഈ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളായി തീരാം. സുവിശേഷ വേലയ്ക്കായി ആൾക്കാരെ ഒരുക്കി
അയക്കുവാൻ JMBC സജ്ജമായി തന്നെയാണ്. വലിയ വെല്ലുവിളികളിലും ഞാൻ ഓർക്കുകയായിരുന്നു, കോവിഡിൻ്റെ 2 വർഷക്കാലം 2020 മുതൽ 22 വളരെ തീവ്രമായ സാഹചര്യത്തിൽ പോലും ഞാൻ എൻ്റെ പല സുഹൃത്തുക്കൾ പ്രവർത്തിക്കുന്ന പല സെമിനാറുകളുണ്ട്. അവിടെയൊക്കെ അവരുടെയൊക്കെ ശമ്പളമെല്ലാം പകുതിയിലോട്ട് അല്ലെങ്കിൽ ഇത്ര %, 50%, 40% ഒക്കെ കട്ട് ചെയ്ത് പോകേണ്ട സമയം വരുമ്പോഴും JMBCയെ ദൈവം ആ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടക്കാതെ പോകുവാനായിട്ടിടയായിത്തീരുന്നത്. അത് ദൈവമക്കളുടെ വലിയ പിന്തുണ കൊണ്ടാണ് അത് സാധ്യമായിത്തീരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നിലയിൽ ഇതിൽ നിങ്ങൾക്ക് പങ്കാളികളായി തീരുവാനായിരിക്കും. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മളോട് ചേർത്ത് നിർത്തിയാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ. അവരെ ജസ്റ്റ് പഠിപ്പിച്ച് ഒരു ഡിഗ്രി കൊടുത്ത് വിടുക എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ദൗത്യം. അവരെ പഠിപ്പിക്കണം, അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണം, അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ വിവിധ നിലകളിൽ ഇറ്റ്സ് അവർ ടാസ്ക്. വി ടേക്ക് കെയർ ദം. അവർക്ക് രോഗികളായിരിക്കുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ എടുക്കണം. ചിലർക്കൊക്കെ വലിയ തുക ചിലവാകും. ചിലപ്പം പെട്ടെന്ന് അബ്രപ്റ്റായി എന്തെങ്കിലും ഒരു മെഡിക്കൽ നീഡ് വന്നാൽ അതൊന്നും അവർക്ക് പണമില്ലാത്തത് കൊണ്ട് അവരെ നമുക്ക് കൈയൊഴിയുവാനായിട്ട് കഴിയില്ല. അതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് അവരെ നമ്മളുടെ മക്കളെ പോലെ ചേർത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കുകയാണ്. ഈ ദൗത്യത്തിൽ നിങ്ങൾക്ക് പങ്കാളികളായി തീരുവാനായിട്ട് കഴിയും. ദൈവമായ കർത്താവ് നമ്മളുടെ സഭയെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തരുന്നതായ പ്രാർത്ഥനകൾക്കും കൈത്താങ്ങലുകൾക്കും നന്ദി. തുടർന്നും ഈ പ്രവർത്തനങ്ങളെ സഹായിച്ചാട്ടെ. ഇന്ന് ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇന്നലെ യെസ്റ്റർഡേ നമ്മൾ ചിന്തിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് വൺ ഓഫ് ദ ഇൻസിഡൻറ്റ്സ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് തേഴ്സ്ഡേ ഈവനിങ്, വ്യാഴാഴ്ചത്തെ വൈകുന്നേരത്തെ ഒരു സംഭവമായിരുന്നു നമ്മൾ ഒരുമിച്ച് പഠിച്ചത്. ടുഡേ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യം വാട്ട് ഹാപ്പൻഡ്, വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ച സംഭവിച്ചതായ ഒരു കാര്യം. നമ്മുടെ ശ്രദ്ധയെ ലൂക്സ് ഗോസ്പലിലേക്ക്, ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 34, ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 34. ഇവിടെ പറയുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഫാദർ forgive them, they do not know what they are doing. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ 7 മൊഴികളിൽ 1-ാമത്തെ മൊഴിയാണ്. The first of the 7 sayings of Jesus on the cross. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ 1-ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഈ വാക്യത്തിൽ നാം വായിച്ചത്. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. വാസ്തവത്തിൽ ലോകത്തിൻ്റെ ക്രൂശിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം എന്തായിരിക്കും? വാട്ട് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ഓഫ് ദ ക്രോസ്? ക്രൂശിൻ്റെ ഒരു ഏറ്റവും വലിയ സന്ദേശം എന്തായിരിക്കാം? നമുക്കൊരു പക്ഷേ പറയാൻ കഴിയും രക്ഷ എന്നാണ്. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുമ്പം വാസ്തവത്തിൽ എന്തിലൂടെയാണ് ഈ രക്ഷ സാധ്യമായി തീർന്നത്? ഹൗ ദിസ് സാൽവേഷൻ ഹാപ്പൻ, എങ്ങനെയാണ് ഈ രക്ഷ സാധ്യമായി തീർന്നത്? അത് ക്ഷമയിലൂടെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രൂശിന് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് പാപക്ഷമയുടെ സന്ദേശമാണ്. ദ മെസ്സേജ് ഓഫ് ഫോർഗീവ്നെസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ദാറ്റ് ക്രോസ് ക്യാൻ ഗീവ്. പാപക്ഷമയുടെ സന്ദേശം. വാസ്തവത്തിൽ മാനവരാശിക്ക് മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. വാട്ട് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഹ്യൂമാനിറ്റി നീഡ്സ്? എന്താ വേണ്ടിയത്? നമുക്ക് പാപക്ഷമയാണ് വേണ്ടത്, ശരിയല്ലേ? പാപക്ഷമയാണ് നമുക്ക് വേണ്ടിയത്. മാനവരാശിക്ക് വേണ്ടിയത് എന്താണ്? പാപക്ഷമയാണ്. അതിനെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ദൈവസ്നേഹത്തിലൂടെ നമുക്കത് ലഭിച്ചു, രക്ഷയിലൂടെ നമുക്കത് സാധ്യമായി തീർന്നു. ദർ ആർ സോ മെനി തിങ്സ്, ബട്ട് പാപക്ഷമ. ഇന്ന് ഈ ഒരു പ്രാർത്ഥന, യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നതും ഒരു പാപക്ഷമയുടെ പ്രാർത്ഥനയാണ്. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ഈ പ്രാർത്ഥന, ഈ ക്ഷമ എന്ന് പറയുന്നത് ഒരു സാധാരണ സാഹചര്യത്തിൽ സംഭവിച്ചതല്ല. ഇപ്പം ഞാനും അച്ഛനും കൂടെ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായി, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു ഡിസഗ്രിമെൻ്റ് വന്നു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞു,
ഞാൻ അച്ഛനോട് പോയി ക്ഷമ ചോദിച്ചു, ക്ഷമിക്കപ്പെട്ടു. ദിസ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഈ ക്ഷമ കൊടുക്കുന്ന സാഹചര്യം എന്ന് പറയുന്ന ഒരു സാധാരണ സാഹചര്യമല്ല. ദിസ് ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ. നമ്മൾ ചില വാക്യങ്ങളിലേക്കൊന്ന് വായിക്കാം. ഈ ഭാഗത്തിൻ്റെ തന്നെ 35, 36 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. 35 and 36. ആ ആ ആ പരിഹാസം, വലിയ പരിഹാസത്തിൻ്റെ നടുവിലാണ്. പിന്നെ പടയാളികളും അവനെ പരിഹസിച്ചു. വലിയ പരിഹാസത്തിൻ്റെ നടുവിലാണ്. ദ പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിങ് നിയർ ടു ഹിം ആർ മോക്കിംഗ് അറ്റ് ഹിം. അവനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ ലോട്ടോടെ നമ്മുടെ ശ്രദ്ധയെ, മാത്യൂസ് ഗോസ്പൽ 27, 27-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങൾ. ആ ആ ആ എല്ലാ പട്ടാളക്കാരും അവൻ്റെ നേരെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ ആ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞു, അവൻ്റെ തലയിൽ വെച്ചു. ആ ആ കറക്റ്റ്. ആ വീണ്ടും അവിടെ പരിഹാസത്തിൻ്റെ കാര്യം. പിന്നെ തുപ്പി, അവൻ്റെ മേൽ തുപ്പി. ആ കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. ആ ആ ആ അപ്പോൾ ഇവിടെ ഈ ക്ഷമ നടക്കുന്നത്, യേശു ക്രിസ്തു ഈ ക്ഷമ കൊടുക്കുന്നത്, ഇറ്റ്സ് നോട്ട് എ നോർമൽ കോണ്ടെക്സ്റ്റ്. ഇതൊരു സാധാരണ സാഹചര്യത്തിലുള്ള ഒരു ക്ഷമയല്ല. ഈ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ 2-ാം ഭാഗത്തിൽ, പിതാവേ, ആദ്യ ഭാഗം, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട്. ആരാണ് ഈ ഇവർ? ഇവിടെ ഇവർ ആരാണ്? അതിനകത്ത് പടയാളികളുണ്ട്, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ജനമുണ്ട്, പിന്നെ പീലാത്തോസ് ഉണ്ട്, യൂദാസ് ഉണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട്. എന്താണ് അവർക്ക് അറിയാൻ വയ്യാത്തത്? അവരൊരാളെ കൊല്ലുന്നത് തെറ്റാണെന്ന് അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? ഇവിടുത്തെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട്. ഒരാളെ കൊല്ലുന്നത് ഒരു തെറ്റാണ്, പാപമാണെന്ന് അറിയാൻ വയ്യാത്തവരല്ല അതവിടെ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതൊരു തെറ്റാണെന്ന് അറിയാൻ വയ്യാത്ത, പിന്നെ യേശു എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ലെന്ന് പ്രാർത്ഥിക്കാൻ കാര്യം? ഇവരാരെയാണ് കൊല്ലുന്നത്? ഇവർ ദൈവപുത്രനെയാണ് കൊല്ലുന്നത്. അതിനെത്രമാത്രം ക്ഷമ ആവശ്യമാണ്, അതിനെത്രമാത്രം വലിയ ക്ഷമ ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത്. കാരണം ഇവരെ രക്ഷിക്കാൻ വേണ്ടി, ഇവരെ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പിതാവ് അയച്ചതായ തൻ്റെ ഏകജാതൻ അവരാരെയാണ് കൊല്ലുവാൻ ശ്രമിക്കുന്നതെന്ന് അവർ അറിയുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്, കർത്താവേ, ഇവരറിയുന്നില്ല, ഇവരൊരു സാധാരണക്കാരനെ, ഒരു കള്ളനെ കൊല്ലുന്നത് പോലെയാണ് ദൈവപുത്രനെ, മശിഹായെ, രക്ഷിതാവിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്. അതിനെത്രമാത്രം വലിയ ക്ഷമ ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, ഇവരറിയുന്നില്ല പിതാവേ, അവർ ചെയ്യുന്ന പാപത്തിൻ്റെ ആഴം അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ഞാനതിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ, അതാണ് ഇന്ന് നമ്മുടെ പ്രസംഗത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് സാധാരണ കോണ്ടെക്സ്റ്റിലല്ല. ദിസ് ഫൊർഗീവ്നെസ് ഈസ് ഫൊർഗീവ്നെസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ചലഞ്ചസ്, ഫൊർഗീവ്നെസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സഫറിങ്. കഷ്ടതയുടെ നടുവിലുള്ള ഒരു ക്ഷമയാണ് ഈ ക്ഷമയെന്ന് പറയുന്നത്. അതത്ര എളുപ്പമല്ല. എന്നെ കഷ്ടത്തിലോട്ട് തള്ളിവിട്ടവരോട് ക്ഷമിക്കുവാൻ, അല്ലെങ്കിൽ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നവരോട് ക്ഷമിക്കുവാൻ, ദാറ്റ് ഈസ് നോട്ട് എ നോർമൽ തിങ്. ആ സാഹചര്യത്തിലാണ് ദിസ് ഫൊർഗീവ്നെസ് ഈസ് വെരി വെരി ഡിഫറെൻറ്റ്. അതെന്താണ് എന്നാണ് ഇന്ന് രാവിലെ സമയം നമ്മൾ ഒരുമിച്ച് വേഗത്തിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് തിങ്, ആദ്യമായിട്ട് ഈ ഫൊർഗീവ്നെസ് യേശു ഇവിടെ പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലോകം കേട്ട ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലൂടെ ആദ്യമായി നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഫൊർഗീവ്നെസ് ബ്രിങ്സ് എ സെൻസ് ഓഫ് വണ്ടർ. ക്ഷമയെന്ന് പറയുന്നത് ആശ്ചര്യമുളവാക്കുന്ന ഒരു കാര്യമാണ്.
ക്ഷമ ആശ്ചര്യമുളവാക്കുന്നു. ഞാനത് അങ്ങോട്ട് പറഞ്ഞ് നിങ്ങളോട് മനസ്സിലാക്കുവാനാണ്. വാസ്തവത്തിൽ കുരിശിൻ്റെ അടുത്ത് നിന്ന് ആരും ഇത്തരത്തിലൊരു പ്രാർത്ഥന പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല. ഒരു മനുഷ്യനെ ക്രൂശിക്കുവാൻ, അത് പാപമില്ലാത്തൊരു മനുഷ്യനെ ക്രൂശിക്കുവാനായിട്ട് ശ്രമിക്കുന്നു, തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനെ ക്രൂശിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അദ്ദേഹം ക്രൂശിൽ കിടക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ എന്താണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരേണ്ടത്? കർത്താവേ, ഇവരെല്ലാം മുടിഞ്ഞു പോകണം, ഇവരെ നീ ശിക്ഷിക്കണേ, വെറുതെ വിടരുതേ, ഇവരെ നശിച്ചു പോണേ, അല്ല ഇവരുടെ 10 തലമുറ അനുഭവിക്കണേ. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരേണ്ടത്. അവനെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളിൻ്റെ വായിൽ നിന്ന് വരാനാണ്. ഇനി ഇച്ചിരൂടെ അങ്ങോട്ട് കടന്ന് ചിന്തിച്ചാൽ ഈ കുരിശി കിടക്കുന്ന വ്യക്തിക്ക് എന്തോ ഉണ്ട്? ഇവരെ മുഴുവൻ തകർക്കാനുള്ള ശക്തിയുമുണ്ട്, ഇവരെ മുഴുവൻ തകർക്കാനുള്ള ശക്തിയുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇവരോട് ക്ഷമിക്കണം. ഇത് ആശ്ചര്യം ഉളവാക്കുന്നില്ലേ? ഇത് ലോകത്തിന് ആശ്ചര്യമാണ്. തന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നവരോട് ക്ഷമിക്കുന്ന യേശു. ലോകത്തിന് ചിന്തിക്കുവാൻ കഴിയില്ല. ഒരുപക്ഷെ ലോകം നോക്കുമ്പോൾ ഇതെങ്ങനെ കഴിയുന്നു എന്ന് ചിന്തിച്ചേക്കാം. വേദപുസ്തകം ആ നിലയിലാണ് ക്ഷമയുടെ വലിയ സന്ദേശത്തെ കൊണ്ടുവരുന്നത്. ഇറ്റ് ബ്രിങ്സ് എ സെൻസ് ഓഫ് വണ്ടർ. ക്ഷമ ആശ്ചര്യമുളവാക്കുന്നു. ഞാൻ വേറൊരു സംഭവം കൂടെ വേദപുസ്തകത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ ക്ഷമയെപ്പറ്റി പഠിക്കുമ്പോൾ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായത്തിലോട്ട് നമുക്കൊന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ അവിടെ ഇതേ രീതിയിൽ തന്നെ ക്ഷമയുടെ വലിയൊരു പാഠമാണ്. ഇറ്റ് ഓൾസോ ബ്രോട്ട് എ സെൻസ് ഓഫ് വണ്ടർ. വലിയ ആശ്ചര്യമാണ് ഉളവാക്കിയത്. 45-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ യോസഫിൻ്റെ സഹോദരന്മാര് കനാൻ നാട്ടിൽ നിന്ന് ജോസഫിനെ കാണുവാൻ വേണ്ടി ഈജിപ്തിലെത്തിയിരിക്കുക. അവൻ്റെ കൊട്ടാരത്തിൽ ജോസഫ് ഈസ് ഇൻ എ ബിഗ് പൊസിഷൻ. അവൻ വലിയൊരു സ്ഥാനത്ത് നിൽക്കുകയാണ്. അവൻ്റെ സഹോദരങ്ങൾ അറിയുന്നില്ല. അവർ ഭക്ഷണത്തിനായിട്ട് മിസ്രൈമിലേക്ക് എത്തിയിരിക്കുകയാണ്, ഫുഡ് കളക്ട് ചെയ്യാൻ, അവിടെ ക്ഷാമമായതുകൊണ്ട്. 45-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇവിടെ ജോസഫിൻ്റെ സഹോദരന്മാരോട് ജോസഫ് പറയുകയാണ്, ഞാൻ ജോസഫ് ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെന്തോ എടുത്തു? അവർ ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ അവർ തമ്മിൽ എന്താ പറഞ്ഞു കാണുന്നത്? എടാ തീർന്നടാ, നമ്മുടെ കാര്യം തീർന്നു. കാരണം നമ്മൾ തല്ലി അടിച്ച് പൊട്ടക്കിണറ്റിലിട്ട ആള്, നമ്മൾ മിസ്രൈമ്യർക്ക് വിറ്റ ഇവൻ, നമ്മുടെ സഹോദരൻ, ഇവനെ ഏതെല്ലാം നിലത്തിൽ കൊല്ലുവാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. ഇപ്പോൾ നമ്മൾ അവൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. സഹോദരന്മാരോട് ജോസഫ് പറഞ്ഞു, ഞാൻ ജോസഫാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവിടെ ഭ്രമിച്ച് അവർക്കൊന്നും പറയുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ ജോസഫ് എന്തുവാ പറയുന്നത്? 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ജോസഫ് എന്തുവാ പറയുന്നത്? എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. എന്തൊരാശ്ചര്യമായിരിക്കും ജോസഫിൻ്റെ സഹോദരന്മാർക്കുണ്ടായത്. ഞങ്ങൾ തല്ലി കൊല്ലാൻ വിട്ടയാള് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നു. അവന് ശക്തിയുണ്ട്, ഞങ്ങളെ എന്ത് ചെയ്യുവാനും ശക്തിയുണ്ട്. യേശു ക്രിസ്തുവിന് തൻ്റെ ചുറ്റും നിന്നവരെ തകർക്കാനുള്ള ശക്തി പോലെ ശക്തിയുള്ള ഒരാളാണ് ആര്? ജോസഫ്. ഇപ്പോൾ അദ്ദേഹം എന്താ സഹോദരന്മാരോട് പറയുന്നത്? എന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വിട്ടത് കൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണ്ട, വിഷമിക്കണ്ട. വിൽ ഇറ്റ് ബ്രിങ് എ സെൻസ് ഓഫ് വണ്ടർ. ഇത് ആശ്ചര്യം ഉളവാക്കുന്നില്ലേ? ഇതൊരു സാധാരണ കാര്യമാണോ? ക്ഷമയെന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല. അത് ലോകത്തിൻ്റെ മുമ്പിൽ വലിയ ആശ്ചര്യമുണ്ടാകുന്ന കാര്യമാണ്. ഇനി 50-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലോട്ട് പോവാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 50-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഇതിവിടെ 50-ാം അധ്യായത്തിൽ യാക്കോബ് മരിച്ചു. ഇവര് 45-ാമത്തെ അധ്യായം കഴിഞ്ഞ് ഇവർ വീട്ടിൽ പോയി പിതാവിനെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൊണ്ടുവന്ന് മിസ്രൈമിൽ അവർ ഗോശൻ ദേശത്ത് താമസം ആരംഭിച്ചു. അത് കഴിഞ്ഞ് യാക്കോബ് മരിച്ചു ജെനസിസ് 50-ാം അധ്യായത്തിൽ. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, നമ്മളും അങ്ങനെയൊക്കെ പറയാറുണ്ട്, അപ്പൻ പോയി, ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ഇത്രയും നാളും അപ്പനോട് ഉണ്ടായിരുന്നത് കൊണ്ട് യോസഫ് സഹോദരൻ നമ്മളെ വലിയ ഒന്നും ഉപദ്രവിക്കാതെ നമ്മളെ നിർത്തി. ഇനിയിപ്പോൾ അപ്പം പോയതുകൊണ്ട് എന്തോ ചെയ്യും? ഇവൻ നമ്മളെ തീർക്കും. എന്താണ് 15-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പറയുന്നു? വായിച്ചാട്ടെ. ജോസഫ് നമ്മളെ ദേഷിച്ച് നമ്മളെ തകർക്കുമെന്നാണ് ചിന്തിക്കുന്നത്. നാം അവനോട് ചെയ്ത സകല ദ്രോഹത്തിനും ദോഷത്തിനും അവൻ പകരം ചെയ്യും.
താഴ്ത്തു വായിച്ചാട്ടെ. അവർ യോസഫിൻ്റെ അടുക്കൽ ആളയച്ചു ഈ കാര്യമൊക്കെ ഒന്ന് പറയാൻ വേണ്ടി. ആ ആ ആ ആ ആ ആ ജോസഫ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ, ഇനി അപ്പൻ പോയാലും നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഒന്നും നശിപ്പിക്കുവാനായിട്ട് പോകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഫോർഗീവ്നെസ് ബ്രിങ്സ് എ സെൻസ് ഓഫ് വണ്ടർ. ലോകത്തിന് ആശ്ചര്യമാകുന്ന, അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഈ ആശ്ചര്യമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൊഴിയായി, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാനുണ്ട്. തന്നെ തല്ലിയവർ, തലയിൽ മുൾക്കിരീടം വെച്ചവർ, കോലുകൊണ്ട് അടിച്ചവർ, തൻ്റെ വസ്ത്രം പകുത്തെടുത്തവർ, അവരോട് ക്ഷമിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്. അത് കൊണ്ടുവന്നത് ലോകത്തിന് ആശ്ചര്യമായിട്ടുള്ളതായ കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളുടെയും ഒരുപക്ഷെ ഈ ലോക ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ പ്രവർത്തന സ്ഥലങ്ങളിൽ, മേ ബി ഇൻ അവർ ഓഫീസസ്, in our study places, colleges or schools or in our home, sometimes അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു കാര്യത്തെ നമ്മളങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ക്ഷമ. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് തിങ് ടു ഫോർഗീവ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊന്ന് ക്ഷമിക്കണമെങ്കിൽ അവൻ എന്നോട് ചെയ്തതിൻ്റെ ആഴം അവനൊന്ന് മനസ്സിലാക്കണം, എന്നാലേ ഞാൻ എന്തോ കൊടുക്കത്തുള്ളൂ, ഫോർഗീവ്നെസ് അങ്ങോട്ട് കൊടുക്കത്തുള്ളൂ. ഇവിടെ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുക, കർത്താവേ ഇവർ ചെയ്യുന്നതിൻ്റെ ആഴം ഇവരറിയുന്നില്ല, എന്തോ ആഴത്തിലാണ് ക്ഷമ അങ്ങോട്ട് ആവശ്യമുള്ളതെന്ന് അവരറിയുന്നില്ല. നമ്മൾ എത്രത്തോളം ക്ഷമ പ്രാപിച്ചവരാ, നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യണം. 1 2 3 ദൈവത്തിൻ്റെ ക്ഷമയ്ക്കായി നമ്മുടെ പാപങ്ങളുടെ കണക്കുകൾ അപ്പുറത്തൊരു പേപ്പറിൽ. എത്ര ആഴത്തിലുള്ള ക്ഷമ പ്രാപിച്ചവരാ നമ്മൾ, എത്ര ആഴത്തിലുള്ളത് പ്രാപിച്ചവരാ. അതുകൊണ്ട് തന്നെ പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, കർത്താവേ ഞങ്ങൾ എത്ര വട്ടം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ? 7 എന്ന് പറയുന്നത് തന്നെ വലിയ കൂടുതലായിട്ടിരിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു 70 വട്ടം. കുരിശിൻ്റെ സന്ദേശം ക്ഷമയുടെ സന്ദേശമാണ്. നമ്മളിത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ ഓഫീസുകളിലോ ഇത് ചെയ്യുമ്പോൾ it will definitely bring a sense of wonder. അവർ തന്നെ ആശ്ചര്യപ്പെടും. ഇവിടെ ജോസഫിൻ്റെ സഹോദരന്മാർ ആശ്ചര്യപ്പെട്ടതുപോലെ ലോകം യേശു ക്രിസ്തുവിൻ്റെ ക്ഷമയുടെ മുമ്പിൽ അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടതുപോലെ അതിന് കാരണമായിത്തീരും. ഞാൻ വേഗത്തിൽ മുൻപോട്ട് നീങ്ങുകയാണ്. ദ സെക്കൻഡ് തിങ്, ആദ്യം നമ്മൾ കണ്ടു ക്ഷമ ആശ്ചര്യമുളവാക്കുന്നു. സെക്കൻഡ് തിങ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ്, ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഫോർഗീവ്നെസ് റെസ്റ്റോർസ് ബ്രോക്കൺ റിലേഷൻഷിപ്സ്. ക്ഷമ എന്ന് പറയുന്നത് തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കും. ക്ഷമ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നു. ഇവിടെ പാപത്തിലൂടെ വാസ്തവത്തിൽ സംഭവിച്ചതെന്നതാണ്. വാട്ട് ഹാപ്പൻ വെൻ ഹ്യൂമാനിറ്റി സിൻഡ് അഗെയിൻസ്റ്റ് ഗോഡ്? എന്താ സംഭവിച്ചത്? വാസ്തവത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്തോ ചെയ്തു? മുറിഞ്ഞുപോയി, തകർന്നുപോയി. അതാണ് പാപത്തിലൂടെ സംഭവിച്ചത്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ദൈവവുമായിട്ട് ഒന്നിച്ചുള്ള ഒരു ഫെലോഷിപ്പിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനോടൊന്ന് ആഗ്രഹിച്ചത്. എന്താണ് സംഭവിച്ചത്? പാപത്തിലൂടെ ഈ ബന്ധം തകർന്നുപോയി, അല്ലെങ്കിൽ മുറിഞ്ഞുപോയി. എങ്ങനെയാണ് ഇതിനെ പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇതിനെ റെസ്റ്റോർ ചെയ്യുവാൻ കഴിയുന്നത്? ക്ഷമയിലൂടെ മാത്രമാണ് സാധ്യമായിത്തീരുന്നത്. ദൈവക്ഷമ നമ്മൾക്ക് ലഭിച്ചപ്പോഴാണ് എന്ത് നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരുന്നത്? ദൈവമക്കളായിട്ട് നമുക്ക് മാറുവാനായിട്ട് ഇടയായിത്തീർന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ളതായ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ വലിയ വിടവിലായിരുന്നു, നമ്മൾ വലിയ അകൽച്ചയിലായിരുന്നു, വലിയ ഡിസ്റ്റൻസിലായിരുന്നു. ബിക്കോസ് സിൻ ബ്രോട്ട് ദാറ്റ് ഡിവിഷൻ ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് ഗോഡ്. ദൈവവും മനുഷ്യനും ഇടയ്ക്ക് വലിയ ഒരു വിടവുണ്ടായി, ഒരു മുറിവുണ്ടായി. അങ്ങനെ അവരുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. ഇവിടെ എന്താണ് സാധ്യമായിത്തീരുന്നത്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ.
മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, യു ആർ ഫാർ അവേ ഫ്രം ഗോഡ്, ദൂരത്തായിരുന്നു ബിക്കോസ് ഓഫ് സിൻസ്. ദെൻ വായിച്ചാട്ടെ. ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ, ഇറ്റ് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ് ദാറ്റ് ഹി ഹാസ് ബ്രോട്ട് us together. അവര് നമ്മൾ ദൂരത്തായിരുന്നു നമ്മളെ ഒരുമിച്ചാക്കുവാൻ കഴിഞ്ഞത് കുരിശിലൂടെയാണ്, ക്ഷമയിലൂടെയാണ്. ഗോ ഓൺ റീഡിങ്. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. This is where we have to see. വേർപാടിൻ്റെ അല്ലെങ്കിൽ there was a distance, there is a wall of division. ആ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് പിന്നെന്താ പറയുന്നത്? ഇരുപക്ഷത്തെയും ഒന്നാക്കി. ദിസ് ഹാപ്പൻ. ഈ മുറിഞ്ഞതായ ബന്ധം, ഈ അകന്നുപോയതായ ബന്ധത്തെ അടുപ്പിക്കുവാൻ സാധ്യമായി തീർന്നത് യേശു ക്രിസ്തുവിലൂടെ നമ്മൾക്ക് ലഭിച്ച ക്ഷമയാണ്, വലിയ വിടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിടുതൽ നമ്മൾക്ക് ലഭിച്ചതായിരുന്നു. നമുക്ക് വളരെ പരിചിതമായ വാക്യത്തിൽ തന്നെ അതാണ് പറയുന്നത്. യോഹന്നായ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ will not perish but will have eternal life through forgiveness. ക്ഷമയിലൂടെ സാധ്യമായി. നമ്മൾ വീണ്ടും ജെനസിസിൻ്റെ 45-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരികയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ഇറ്റ് റെസ്റ്റോർസ് ബ്രോക്കൺ റിലേഷൻഷിപ്പ്. ആ വാക്ക് ദാറ്റ് ഈസ് ദ വേർഡ്. ജീവരക്ഷയ്ക്കായി അവരോട് പറയുകയാണ്. അവരെന്തിനു വേണ്ടിയാ? ബേസിക്കലി യോസഫിൻ്റെ സഹോദരന്മാർ കനാൻ നാട്ടിൽ നിന്ന് മിസ്രൈം നാട്ടിലോട്ട് വരാനുണ്ടായ കാരണം എന്താ? അവരെന്തിനു വേണ്ടിയാ വന്നത്? ജീവരക്ഷയ്ക്കായിട്ട് വന്നതാണ്, ഭക്ഷണം മേടിക്കാൻ വന്നതാണ്, ഭക്ഷണമില്ലാത്തതിനാൽ. അപ്പോൾ അവിടെ യോസഫ് പറയുകയാണ്, ജീവരക്ഷയ്ക്കായി, ഫോർ യുവർ ലൈഫ്, ടു സേവ് യുവർ ലൈഫ്. 7-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ടെ. അതേ കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിന്. അത് തന്നെയാണ് യേശു ക്രിസ്തുവും ചെയ്തിരിക്കുന്നത്. വലിയൊരു രക്ഷയാൽ നമ്മുടെ ജീവനെ രക്ഷിക്കുകയാണ്, ത്രൂ ഫോർഗീവ്നെസ്. ഈ രക്ഷ ഇവിടെ ജോസഫിൻ്റെ ജീവിതത്തിലൂടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, യോസഫിന് അവരുടെ ജീവനെ എടുക്കുവാൻ ശക്തിയുള്ളവനാ. ആ പ്രതികാരം ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു കഥ? അവിടെ ഇവൻ്റെ സഹോദരന്മാർ വന്നപ്പോൾ ഈ പ്രതികാരം അവിടെ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനേയും? ഒന്ന്, സഹോദരന്മാർ മുഴുവൻ അവിടെ തീർന്നേനേയും. പിന്നെ കനാൻ നാട്ടിൽ ബാക്കിയുള്ള കുടുംബങ്ങളും എന്തോ ചെയ്തേനേയും? ഫുഡ് കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ അവരും മരിച്ചു പോയേനേയും. എന്നാൽ ക്ഷമ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? വെൻ ഫോർഗീവ്നെസ് കെയിം ഇൻ, ക്ഷമ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അവരുടെ തകർന്ന ബന്ധങ്ങളെ ഉറപ്പിക്കുവാനായിട്ട്, മുറിവുകളെ ഉണക്കുവാനായിട്ട് സാധ്യമായി തീരുന്നു. വളരെ മനോഹരമാണ് 45-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. ഒന്ന് വായിച്ചാട്ട് ആ വാക്യം. യോസഫ് എന്താണ് അവിടെ ചെയ്യുന്നത്? കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇത് ഈ ക്രൂരതയെല്ലാം ചെയ്തവരാ. വാസ്തവത്തിൽ ആരായിരുന്നു ആദ്യമേ കെട്ടിപ്പിടിച്ച് കാലേ വീണ് കരയേണ്ടിയത്? സഹോദരന്മാരായിരുന്നു. ഇവർ ക്ഷമ കൊടുക്കുന്ന ആളെന്തോ ചെയ്തു? അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. 50-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. വെൻ ഫോർഗീവ്നെസ് ഹാപ്പൻ സംടൈംസ് ടീയേഴ്സ് ഓൾസോ വിൽ ബി ദേർ. കണ്ണുനീരുണ്ട്. യോസഫ് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. 50-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. ഞങ്ങൾ നിനക്ക് അടിമകൾ. അവർ പറയുകയാണ്, ഞങ്ങൾ നിനക്ക് അടിമകൾ. നിങ്ങൾ ഭയപ്പെടണ്ട. ബഹുജനത്തിന് ജീവരക്ഷയ്ക്ക്. അവിടെയും ആ വാക്ക് നമ്മൾ കാണുകയാണ്, ജീവരക്ഷയ്ക്കായി. ഗോഡ് മെൻഡ് ഇറ്റ് ഫോർ ലൈഫ്. ജീവരക്ഷയ്ക്കായിട്ട്. ഇത് തന്നെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്ന മുടിയനായ പുത്രൻ്റെ സ്റ്റോറിയിൽ എന്താ സംഭവിക്കുന്നത്?
മകനെല്ലാം നശിപ്പിച്ച് കളഞ്ഞേച്ച് അവൻ ദൂരദേശത്ത് പോയി പാർത്ത് മടങ്ങി വന്നിട്ട് എന്താണ് അപ്പനോട് പറയുന്നത്? അപ്പാ, നിന്റെ മകനെന്ന് വിളിക്കാൻ എനിക്കിനിയും യോഗ്യതയില്ല, ഇനി ആരെ പോലെ ആക്കണം? ഒരടിമയെ പോലെ ആക്കിയാൽ മതി. ഇവിടെ യോസഫിൻ്റെ സഹോദരന്മാരും എന്തോ പറയുന്നത്? ഞങ്ങൾക്കിനി നിന്റെ സഹോദരന്മാരായിട്ടിരിക്കാനുള്ള യോഗ്യതയില്ല, ഞങ്ങളെ എന്തോ ചെയ്യണം? ഞങ്ങളിതാ നിനക്ക് അടിമകൾ. യോസഫിൻ്റെ സഹോദരന്മാർ പറയുകയാണ്. ഇവിടെ മുടിയനായ പുത്രനും തിരിച്ചു വരുമ്പോൾ എന്താ പറയുന്നത്? നിന്റെ മകനായിട്ടിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, ഞങ്ങളെ എന്തോ ചെയ്യണം? എന്നെ ഇവിടുത്തെ ഒരു കൂലിക്കാരനാക്കണം. അപ്പൻ എന്തോ പറഞ്ഞത്? അപ്പൻ കൂലിക്കാരനാണോ ആക്കിയത്? അപ്പൻ എന്തോ അങ്ങോട്ട് റിലീസ് ചെയ്ത് കൊടുത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറ. അപ്പൻ എന്തോ അങ്ങോട്ട് ചെല്ലുമ്പോഴും അപ്പൻ അങ്ങോട്ട് ഓടിച്ചെന്നു. ക്ഷമ കൊടുക്കുന്ന ആളെന്തോ എടുത്താൽ അവൻ ഇങ്ങോട്ട് വരട്ടെ, എൻ്റെ കാലിലോട്ട് വീണ് ഒന്ന് മാപ്പ് പറഞ്ഞ് അല്ല ഏറ്റു പറഞ്ഞ് അവന് 2 എണ്ണം പൊട്ടിച്ചിട്ട് ഞാൻ ഇനിയും ക്ഷമ കൊടുക്കുന്നുള്ളെന്നല്ല അപ്പൻ പറഞ്ഞത്. അപ്പൻ എന്തോ എടുത്തു? യോസഫ് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ചെന്ന് കരഞ്ഞതുപോലെ ഇദ്ദേഹം ഇവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു. കരച്ചില്, ഞാൻ പറഞ്ഞിട്ടേ, ക്ഷമ ചിലപ്പോൾ സംഭവിക്കുമ്പം നമ്മുടെ കണ്ണുനീർ, നമ്മുടെ മനസ്സ് ഇളകും, കരച്ചില്, കണ്ണുനീര് ഉണ്ടാകും. അടിമയാക്കിയാൽ മതി എന്ന് ചെന്ന അപ്പൻ എന്തോ പറഞ്ഞത്? ക്ഷമ കൊടുത്തതോടെ എന്തോ സംഭവിച്ചു? ക്ഷമ കൊടുത്തതോടെ എന്താ സംഭവിച്ചത്? മുറിഞ്ഞ വലിയ ബന്ധം എന്തോ ചെയ്തു? അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. ദിസ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ഹാസ് ബീൻ റെസ്റ്റോർഡ് ത്രൂ ഫോർഗീവ്നെസ് ആൻഡ് ഇറ്റ് ഈസ് പവർഫുൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്ഷമ ലോകത്തിന് ആശ്ചര്യകരമായിരിക്കുന്നു. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഈവൻ ചേട്ടന് പോലും സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പൻ എന്തുവാടാ ഈ ചെയ്യുന്നത്? പോയി എല്ലാം നശിപ്പിച്ച് കളഞ്ഞവനായ ഒരുത്തൻ, ഞാനിവിടെ ഇത്രയും നാളും അപ്പൻ പറഞ്ഞതെല്ലാം കേട്ട് എല്ലാം ചെയ്തൊരുത്തൻ. ഇത് വലിയ അത്ഭുതമാണ്. This is the message of the gospel and this we have to take it. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആഴമായി പതിയേണ്ടതായ ഒരു കാര്യം. ഞാൻ മുൻപോട്ട് നീങ്ങുകയാണ്. I'll go further. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. Forgiveness brings a sense of wonder. ക്ഷമ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ ആശ്ചര്യമുളവാക്കുന്നു. When it really happens. ക്ഷമ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നു. Forgiveness restores broken relationship. നമുക്കറിയാം, നമ്മളുടെയൊക്കെയും വിവിധ തലങ്ങളിൽ നമ്മൾ ക്ഷമ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്ഷമ പ്രാപിച്ചപ്പോൾ എന്താണ് നമ്മുടെ ഓഫീസിലോ വീട്ടിലോ നമ്മളൊരു സോറി പറഞ്ഞപ്പോഴോ ഒക്കെ സംഭവിച്ചത്? നമ്മുടെ ബന്ധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയായിരുന്നു. ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. ഇത് തന്നെയാണ് യേശു ക്രിസ്തു പാപക്ഷമ നൽകിയപ്പോൾ സംഭവിച്ചത്. 3-ാമത്തെ അവസാനത്തെ കാര്യത്തിലോട്ട് ഞാൻ വരികയാണ്. ഫോർഗീവ്നെസ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് ടു മെനി. ക്ഷമയെന്ന് പറയുന്നത് അനേകർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നൊരു കാര്യമാണ്. ക്ഷമയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അനേകർക്ക് അനുഗ്രഹങ്ങൾ നൽകി കൊടുക്കുന്ന. വൈരാഗ്യം എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്കും വേദനയാണ്, നമുക്കും സമാധാനമില്ലായ്മ തരുന്നൊരു കാര്യമാണ്. എന്നാൽ ക്ഷമ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്തുണ്ടാകും? നമ്മൾക്ക് സമാധാനമുണ്ടാകും. അത് അനേകർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് കാര്യമായി തന്നെ. അതുകൂടെ ഞാൻ പറയട്ടെ. വാസ്തവത്തിൽ പാപക്ഷമയിലൂടെ മനുഷ്യർക്ക് ലഭിച്ചത് എന്താണ്? വലിയ അനുഗ്രഹങ്ങളാണ് ലഭിച്ചത്. ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ സാമ്പത്തികമായ അനുഗ്രഹങ്ങളെ പറ്റിയോ നമ്മുടെ ഭൗതികമായ അനുഗ്രഹങ്ങളെ പറ്റിയോ നമ്മുടെ രോഗത്തിൻ്റെ വിടുതലിനെ പറ്റിയുള്ള അനുഗ്രഹങ്ങൾ അല്ല. വാസ്തവത്തിൽ നമ്മൾ ക്ഷമയിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അതെന്തുവാ? നമ്മളെ ദൈവമക്കളാക്കി തീർക്കുക എന്നുള്ള വലിയ അനുഗ്രഹം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നവനായ ദൈവം. ആ അനുഗ്രഹം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? പാപക്ഷമയിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ അനുഗ്രഹത്തിന് യോഗ്യതാക്കിയതായത് ഇത് തന്നെയാണ് യോസഫിൻ്റെ ലൈഫിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യോസഫ് ഒരു ക്ഷമ കൊടുത്തത് കൊണ്ട് വലിയൊരു കമ്മ്യൂണിറ്റിക്കുള്ള ഒരു അനുഗ്രഹമല്ലേ. നമ്മൾ അവിടോട്ട് ആ വാക്യങ്ങളിലോട്ട് നമുക്കൊന്ന് വരാം. 45-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ നാം എന്താണ് കാണുന്നത്? ക്ഷമ അനേക അനുഗ്രഹങ്ങളെ നൽകിത്തരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 45-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഇനി 5 സംവത്സരം കൂടെ ക്ഷാമം വരാൻ പോവുകയാണ്. യോസഫ് പറയാണ്, നിങ്ങൾ പേടിക്കണ്ട,
there is another 5 more years, there is famine is going to happen. 5 വർഷം കൂടെ ക്ഷാമം ഉണ്ടാകാൻ പോവുക. നിങ്ങൾ എന്തോ ചെയ്യണ്ട, പേടിക്കണ്ട. എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹം അവിടെ യാക്കോബിൻ്റെ കുടുംബത്തിൽ വരാൻ കാരണം? ഫോർഗീവ്നെസ് കൊണ്ടാണ് സംഭവിച്ചത്. 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 10:45 ഗോശൻ ദേശത്ത് പ്രാർത്ത് നീയും മക്കളും മക്കളുടെ മക്കളും എല്ലാം ഇങ്ങോട്ട് വന്നാട്ട്, വലിയ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. 11-ാമത്തെ വാക്യം. ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ഒറ്റ ക്ഷമയിൽ അനുഗ്രഹങ്ങൾ മുഴുവൻ, ധാരാളം വലിയ കമ്മ്യൂണിറ്റിക്ക് ഈ അനുഗ്രഹങ്ങൾ. 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഞാൻ നിങ്ങൾക്ക് മിസ്രയീം രാജ്യത്തിലെ നന്മ തരും. യോസഫ് പറയുകയാണ്, ക്ഷമയിലൂടെയാണ് അത് അസാധ്യമായി തീർന്നത്. ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ കാരണമായി തീർന്നത് ക്ഷമയിലൂടെയാണ്. എന്ത് മനോഹരമായ 50-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. 50-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പോറ്റി രക്ഷിക്കും. ക്ഷമയിലൂടെയാണ് ഈ അനുഗ്രഹം സാധ്യമായി തീർന്നത്. നമ്മളൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കും. പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില ക്ഷമ അങ്ങോട്ട് റിലീസ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ചില അനുഗ്രഹങ്ങളെ, ചില നന്മകളെ നമ്മൾ തടസ്സപ്പെടുത്തി വച്ചിരിക്കുകയായിരിക്കാം. ഇവിടെ യേശു പിതാവിനോട് അപേക്ഷിച്ച് ക്ഷമയെ കൊടുത്തപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? നമ്മൾക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചു. മാനവരാശിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു. എനിക്ക് ആ അനുഗ്രഹങ്ങൾ ഇന്നലെ നമ്മൾ വായിച്ചതുപോലെ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല. കർത്താവേ, പാപിയായ ഒരു വ്യക്തി ദൈവസന്നിധിയിലോട്ട് അടുത്ത് എന്ന് പറയുമ്പോൾ, കർത്താവേ ഞാൻ പാപിയാണ്, എനിക്ക് നിൻ്റെ സന്നിധിയിൽ വരുവാൻ യോഗ്യതയില്ല, എന്നെ ഒരു അടിമയെങ്കിലും ആക്കണേ എന്ന് പറയുമ്പോൾ ദൈവം എന്താ പറയുന്നു? ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നീ ഇനി അടിമയല്ല, ദാസ്യത്തിൻ്റെ ആത്മാവല്ല നിന്നിലുള്ളത്. പിന്നെ ഏതാത്മാവാണ് ഉള്ളത്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ്. നമ്മൾ ഇന്നലെ പഠിച്ചതായ പിതാവ് എന്നുള്ള വാക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലും ഉണ്ട്. യേശുക്രിസ്തു ഇവിടെ ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ തുടക്കം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ. അങ്ങോട്ട് ഓടിപ്പോയി വിളിക്കാൻ, ഈ ക്ഷമയ്ക്കായി യാചിക്കാൻ ഉള്ള അനുഭവം എനിക്കും നിങ്ങൾക്കും നൽകി തന്നിരിക്കുകയാണ്. വേദപുസ്തകം അതാണ് പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ തന്നെ നാം വായിക്കുന്ന യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ചരിത്രമുണ്ട്. സഹോദരനെയും അപ്പനെയും എല്ലാം കബളിപ്പിച്ച് ഓടി 14 വർഷം ലാബാൻ്റെ അവിടെ താമസിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളെയും എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് യാബോക്ക് കടവ് അങ്ങോട്ട് കടക്കുമ്പോൾ അദ്ദേഹം എന്തോ ഭയപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഏശാവ് എന്തോ വരുന്നുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. യാക്കോബ് ഉടനെ ബുദ്ധി പ്രയോഗിച്ചു. കാരണം ഒരു കൂട്ടത്തെ എന്തോ ചെയ്യാം, മുമ്പോട്ട് നിർത്താം. കാരണം ഇനിയും എന്തെങ്കിലും ഒരു ആക്രമണം വരുവാണെങ്കിൽ നമുക്ക് ചെറുത്ത് നിൽക്കാം, അല്ലേ ഓടിപ്പോകാം. എന്തോ അവിടെ സംഭവിക്കുന്നത്? യാക്കോബ് അങ്ങോട്ട് നടന്നു, ഏശാവും അടുത്തോട്ട് വന്നു. എന്തോ സംഭവിച്ചെന്നറിയാവോ? അവിടെ എഴുതിയിരിക്കുന്നത്, ഏശാവ് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നമ്മൾ ഈ പഠിച്ച സാഹചര്യങ്ങളെല്ലാം ക്ഷമ കൊടുത്തോരാ ഇനിഷ്യേറ്റീവ് അങ്ങോട്ട് എടുക്കുന്നത്. മുടിയനായ പുത്രൻ്റെ അപ്പനെ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചത്. ഇവിടെ ഏശാവ് അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, യോസഫ് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ക്ഷമയെ കൊടുക്കുമ്പോൾ അത് വലിയ ആശ്ചര്യമുളവാക്കും. അത് തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കും. അത് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് കാരണമായി തീരും. പോപ്പ് ജോൺ ബോൾ 1981 അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച അലി അക്സ എന്ന് പറയുന്നതായ മനുഷ്യനെ ജയിലിൽ ചെന്ന് കണ്ടു. അദ്ദേഹം എന്നിട്ട് ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്: forgiveness is an attitude that comes from the heart and it is personal. അത് ആർക്കും ഒരാളെ ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം. അത് നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കണം. അതുകൊണ്ടാണ് തൻ്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന
ഗ്ലാഡിസ് സ്റ്റെയിൻസിന് പറയുവാൻ കഴിഞ്ഞത്, ഞാനും എസ്തേറും ഇവരോട് ക്ഷമിച്ചിരിക്കുന്നു. We are able to forgive them. ലോകത്തിൻ്റെ മുമ്പിൽ ആശ്ചര്യമായിട്ടുള്ളൊരു കാര്യമല്ലേ അത്? ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറയുകയാണ്, എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ചവരോട് എനിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നു. Because the Lord Jesus has given forgiveness. യേശു ക്ഷമയെ കൊടുത്തിരിക്കുന്നു. ദൈവം ക്ഷമയെ കൊടുത്തി. നമ്മുടെ പാപത്തിൻ്റെ ആഴം എത്ര ഭീകരമായിരുന്നാലും അതിനെ ക്ഷമയിലൂടെ നീക്കുവാൻ കഴിവുള്ളവനായ സർവശക്തനായ ദൈവം. ഇന്ന് രാവിലെ സമയം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നമ്മളോട് ഓരോരുത്തരോടും എന്നോട് തന്നെയും പറയുവാനുള്ളൂ, വി നീഡ് ദിസ് ഫോർഗീവ്നെസ്. നമ്മൾക്ക് ഈ ക്ഷമ ആവശ്യമാണ്. അത് നമ്മൾ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ക്രിസ്ത്യാനികളായി ജനിച്ചത് കൊണ്ടോ സ്ഥിരമായി പള്ളിയിൽ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കാലാകാലങ്ങളിലായി എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ ലഭിക്കുന്നതായ ഒരു കാര്യമല്ല എന്ത് ക്ഷമയെന്ന് പറയുന്നത്. ഫോർ ദാറ്റ് വി നീഡ് ടു ഗോ ടു ദ ക്രോസ്. കുരിശിൻ്റെ അടുക്കലോട്ട്, യേശു ക്രിസ്തുവിൻ്റെ അടുക്കലോട്ട് നമ്മൾ കടന്നു ചെല്ലാം. ഫാദർ, ഐ നീഡ്. ഈ മകൻ അപ്പൻ്റെ അടുക്കലോട്ട് കടന്നു ചെല്ലുമ്പോൾ അപ്പൻ അവനെ തള്ളിക്കളയുന്നില്ല, അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അടിമയാകാൻ ചെന്നവനെ മകനാക്കി തീർത്തതായ സ്നേഹം, അതാണ് കുരിശിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. അതാണ് ക്ഷമയുടെ സ്നേഹമെന്ന് പറയുന്നത്. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മൾ കണ്ടതായ എല്ലാ സാഹചര്യങ്ങളിലും വേദപുസ്തകം നമുക്ക് മുമ്പിൽ ചിത്രീകരിക്കുന്നത് അങ്ങനെയുള്ള മനോഹരമായ അനുഭവമാണ്. ഇത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് നമ്മൾക്ക് വേണം. അതോടൊപ്പം തന്നെ നമ്മൾക്കിത് കൊടുക്കുവാൻ കഴിയണം. അതാണ് ലോകത്തെ അല്ലെങ്കിൽ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനികളെ വ്യത്യസ്തരാക്കുന്നതായ കാര്യമെന്ന് പറയുന്നത്. ഒരു പക്ഷേ ലോകത്തിനിത് ചിന്തിക്കുവാൻ കഴിയുകയില്ല. കൊല്ലുവാൻ വരുന്നവരോട്, നമ്മളെ നശിപ്പിക്കുവാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദിസ് ഫോർഗീവ്നെസ് ഈസ് നോട്ട് എ നോർമൽ ഫോർഗീവ്നെസ്. ഇത് സംഭവിക്കുന്നത് കഷ്ടതയുടെ അല്ലെങ്കിൽ സഫറിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ നടുവിലാണ് ഈ ഫോർഗീവ്നെസ് കൊടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യത്യസ്തമാണ്. ഇത് ലോകത്തിൻ്റെ മുമ്പിൽ ആശ്ചര്യമുളവാക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചതായ ഈ വലിയ ക്ഷമയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ ആഴം എത്രമാത്രമെന്ന് ഞങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഞങ്ങളിതിനെ പലപ്പോഴും വളരെ ലഘുവായിട്ടാണ് എടുത്തിട്ടുള്ളത്. യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞങ്ങൾ ദൈവമക്കളായിട്ട് ജീവിക്കുന്നു. എന്നാൽ എത്ര ആഴമായ ക്ഷമയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര വലിയ ക്ഷമയാണ് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമ്മൾ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, കൊയറൊരു പാട്ടുകൂടെ പാടുവാനായി തയ്യാറെടുക്കുമ്പോൾ നമുക്കൊരുമിച്ച് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ രാവിലെ സമയം പ്രാർത്ഥിക്കും. കർത്താവേ, എത്ര വലിയ ക്ഷമയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ചെയ്ത പാപത്തിൻ്റെ ആഴം എത്ര വലിയതാണ്. ആ വലിയ ക്ഷമ പ്രാപിക്കുവാൻ എനിക്ക് സാധ്യമായി തീർന്നല്ലോ. ആ വലിയ ക്ഷമ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുവാൻ എനിക്ക് സാധ്യമായി തീർന്നല്ലോ. നമ്മൾക്ക് ഈ പകൽക്കാലം അതൊന്ന് തിരിഞ്ഞു നോക്കിക്കാട്ടെ. എത്ര വലിയ ക്ഷമയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഈ ലോകത്തോട് എത്ര മനോഹരമായ നിലയിൽ യേശു ക്രിസ്തു കാണിച്ചു തന്നു. കർത്താവേ, ഞങ്ങൾ ചിലർക്ക് ക്ഷമ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾ ചിലരോട് ഒരുപക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രയാസങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ക്ഷമ കൊടുക്കെന്നാൽ വേദപുസ്തകം ഞങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നു, ക്ഷമ കൊടുക്കേണ്ടിയവർ ആണ് ഓടിച്ചെന്ന് ക്ഷമ കൊടുക്കുന്നവർ. കെട്ടിപ്പിടിച്ച് കരയുന്നതായ അനുഭവം, കണ്ണുനീരിൻ്റെ നനവുള്ള ക്ഷമ. കർത്താവേ, അത് പലപ്പോഴും ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുറിഞ്ഞ ചില ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാത്തത്. തകർന്ന ചില ബന്ധങ്ങളെ കർത്താവെ ഇപ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഞങ്ങൾ ക്ഷമ പിടിച്ചു വെക്കാതെ അത് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഈ പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ക്ഷമ കൊണ്ട് പലർക്കും ചിലപ്പോൾ കർത്താവെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കർത്താവെ, അതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പാട്ട് ചേർന്ന് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം.
trust in His presence daily give. I surrender all. I surrender all to Thee, my blessed Savior. I surrender all to Jesus. I surrender only at His feet I bow. Worldly pleasures all forsaken, take me, Jesus, take me now. I surrender all. I surrender all to Thee, my blessed Savior. I surrender all. കർത്താവേ, ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എത്ര ശക്തമായ സന്ദേശമാണ് കുരിശിന് ഈ ലോകത്തിന് കൊടുക്കുവാനായിട്ടുള്ള. വാട്ട് എ പവർഫുൾ മെസ്സേജ് ദാറ്റ് ദ ക്രോസ് ക്യാൻ ഗിവ് ടു ദിസ് വേൾഡ്. ആൻഡ് ഇറ്റ് ഈസ് ദ മെസ്സേജ് ഓഫ് ഫോർഗീവ്നെസ്, ക്ഷമയുടെ സന്ദേശം. കർത്താവ് തന്നെ തല്ലിയവരോട്, പരിഹസിച്ചവരോട്, തന്നെ തുപ്പിയവരോട്, തൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചവരോട് തൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, തൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കുരിശിൽ വേദനയുടെ നടുവിലും, ഏറ്റവും വലിയ വേദനയുടെ നടുവിലും, ഏറ്റവും വലിയ പ്രയാസത്തിൻ്റെ നടുവിലും, കർത്താവേ, അവിടുത്തെ പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്ത് മനോഹരമായ സന്ദേശമാണ് അതിലൂടെ ഈ ലോകത്തിന് കൊടുക്കുവാൻ കഴിയുന്നത്. ഇത് ആശ്ചര്യകരമായ കാര്യമാണ്. ഇറ്റ് ബ്രിങ്സ് എ സെൻസ് ഓഫ് വണ്ടർ. ഇത് തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നതാണ്. ഇറ്റ് റെസ്റ്റോർസ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് ടു മെനി പീപ്പിൾ. അനേകർക്ക് അനുഗ്രഹങ്ങളെ കൊടുത്ത ഈ പ്രാർത്ഥന ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് ക്ഷമ കൊടുക്കുവാൻ, ഇത് റിലീസ് ചെയ്ത് കൊടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലെ കർത്താവെ, ഇന്നലെയും ഇന്നും നടന്ന ശുശ്രൂഷകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫർമേഷന് കാരണമാക്കി തീർക്കണമേ. ഞങ്ങൾ നാളെയും മറ്റന്നാളും വീണ്ടും ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവെ, ആത്മീകമായി ഒരു പടി കൂടെ മുമ്പോട്ട് നീങ്ങുവാൻ, ലോകത്തിന് ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് റെഡിയായിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളത് ആഴത്തിൽ മനസ്സിലാക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ശക്തീകരിച്ചാട്ട്, അനുഗ്രഹിച്ച് പറഞ്ഞയച്ചാട്ട് കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും വാഴ്വുകളും ഓർത്തു പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും നാം ഇന്ന് കേട്ട ദൈവവചനത്തോടും ദൈവനശുശ്രൂഷ പ്രിയ അച്ഛനോടും തുറന്നുള്ള ഇടവകയുടെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളോടും കൂടെ ഇപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ദൈവം സൃഷ്ടിച്ച പ്രിയ പ്രകാശിനുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് കടന്നു വന്ന എവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നാളെ വൈകിട്ട് നമ്മുടെ ധ്യാനയോഗം കൃത്യം 6:30 തന്നെ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടി കടന്നു വരണം.